പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേക പുത്തൻപുലരിയാണ്. കാരണം ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളാണ്. ഭഗവാൻ പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠ നടന്ന ഈ മഹത്തായ ആറന്മുള ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പഞ്ചപാണ്ഡവന്മാർ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിനമാണ് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി. വിനോദം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി ഒന്ന് വായിച്ചാൽ നമുക്ക് ആ ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് പോകണം. ആദ്യം ഗൗതം പറഞ്ഞ പോലെ തന്നെ ആറന്മുളയെ സംബന്ധിച്ച് അവരുടെ തിരുവോണം ഇന്നാണ്. ഇന്ന് ഉത്രട്ടാതിയാണെങ്കിലും ആറന്മുളക്കരക്കാർ 52 കരക്കാർ അവരെ സംബന്ധിച്ച് അവർ വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങൾ ജോലിയുള്ളവരും ഒക്കെ ഈ സമയത്ത് വരും. എന്നിട്ട് ഉത്രട്ടാതിയിലാണ് അവർ അവരുടെ കുടുംബത്തിൽ ഒത്തുകൂടുന്നത്. കേരളത്തിലെ ഓണം ഇന്നാണ് അവസാനിക്കുകയാണ്. മലയാളികൾ കാത്തിരുന്ന ഒരു ഓണം ഇന്ന് ഉത്രട്ടാതി ജലമേളയോടുകൂടി അതിന് പരിസമാപ്തി കുറിക്കുകയാണ്. അതെ, നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നോക്കാം. കൊല്ലവർഷം 1201 ആണ്ട് ചിങ്ങം 24 ഉത്രട്ടാതി 2025 സെപ്റ്റംബർ 9 ചൊവ്വ രാഹുകാലം 3:22 മുതൽ വൈകിട്ട് 4:53 വരെയാണ് രാഹുകാലം. അതാണ് ഈ ദിവസത്തെ പ്രത്യേകത. പിന്നെ ഗൗതം, നമുക്ക് പ്രധാന വാർത്തകളൊന്ന് നോക്കിയിട്ട് വന്നാലോ? തീർച്ചയായും. വാർത്ത എന്ന് പറഞ്ഞാൽ ആറന്മുള ജലമേള തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിലേക്ക് പോകാം. പക്ഷെ മറ്റു വാർത്തകളുമുണ്ട്. തലക്കെട്ട് നോക്കാം. News headlines brought to you by Happy Peanut Butter, a healthy source of protein. ഉത്രട്ടാതി ജലമേള ഇന്ന് 51 പള്ളിയോടങ്ങൾ മാറ്റിവെക്കും. പോരാട്ടത്തിന്റെ സ്മരണകളിൽ ആറന്മുള ഗ്രാമനന്മയെ തകർക്കാനുള്ള ഗൂഢനീക്കങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി വിമാനത്താവള പദ്ധതി. വിമാനമിറങ്ങിയെങ്കിൽ ജലമേള അന്യമായേനെ. പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് കൂട്ടുപിടിച്ച് ആഭ്യന്തര വകുപ്പ്. ക്രിമിനൽ കാക്കികൾക്കെതിരെ നടപടി ഇല്ല. മൗനം കൈവിടിയാതെ മുഖ്യമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിൽ BJP കോടതിയിലേക്ക്. ശാസ്താംകോട്ടയിലെ FIR റദ്ദാക്കണമെന്ന ആവശ്യം. പ്രതിഷേധം തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിൽ BJP കോടതിയിലേക്ക്. ശാസ്താംകോട്ടയിലെ FIR റദ്ദാക്കണമെന്ന ആവശ്യം. പ്രതിഷേധം തുടരുന്നു. പഞ്ചാബും ഹിമാചലും സന്ദർശിക്കാൻ പ്രധാനമന്ത്രി. വെള്ളപ്പൊക്ക ദുരിതബാധിതരെ കാണും. നാശനഷ്ടങ്ങൾ വിലയിരുത്തും. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ചർച്ച നടത്തും. ജൻസി പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കി നേപ്പാൾ ഭരണകൂടം. സമൂഹ മാധ്യമ നിരോധനം നീക്കി. തീരുമാനം ആഭ്യന്തരമന്ത്രി രാജിവെച്ചതിന് പിന്നാലെ. റാപ്പർ വേടൻ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. ബലാത്സംഗ കേസിൽ ഇന്ന് ചോദ്യം ചെയ്യും.
പരാതികളിന്മേൽ ഒളിച്ചു കളിച്ച് പോലീസ്. പമ്പയാറ്റിൽ പള്ളിയോടപ്പെരും. വിനോദ്, എങ്ങനെ ഉത്രിട്ടാതി ദിവസം എത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആറന്മുള ഉത്രിട്ടാതി ജലമേള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയാണ്. കേരളത്തിൽ നിരവധി വള്ളംകളികൾ നടക്കുന്നുണ്ട്. ജലത്തിൽ നടക്കുന്ന വിവിധ കായിക മേളകൾ, കായിക വിനോദങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ടെങ്കിലും ഇത്രത്തോളം 52ഓളം വലിയ പള്ളിയോടങ്ങൾ, വലിയ വള്ളങ്ങൾ പങ്കെടുക്കുന്ന മറ്റൊരു ജലമേള ലോകത്ത് വേറെങ്ങുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഇത്ര സുന്ദരമായ ഒരു ജലോത്സവം മറ്റെങ്ങും കാണില്ല. നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ ദേശീയ അന്തർദേശീയ കായിക മത്സരം ഇനമാണ് കയാക്കിംഗ് എന്ന് പറയുന്ന മത്സരം, വള്ളം തുഴച്ചിലാണ്. അപ്പൊ അതിനോട് അതെ അങ്ങനെ വരെയുണ്ട്. അപ്പൊ അതിനോട് ചേർത്ത് ഒക്കെ വെക്കാൻ കഴിയുമെങ്കിലും ഇത്ര നയനാനന്ദകരമായ ഒരു ജലോത്സവം എന്ന് പറയുന്ന ആറന്മുള മാത്രമാണ്. നമുക്ക് ഈ നെഹ്റു ട്രോഫി, ഈ പറയുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഇടമാണ്. പക്ഷെ അവിടെയൊന്നും ഈ ഭക്തിക്ക് ഒരു പ്രാധാന്യമില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങില്ല. ഇവിടുത്തെ 52 കരകളിലുള്ള പള്ളിയോടങ്ങളും ഇന്ന് ഈ പമ്പയിലൂടെ തുഴഞ്ഞു വരുമ്പോൾ അത് ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ ആ ഭഗവാന്റെ പൂമാല സ്വീകരിച്ച്, അവിടുത്തെ പ്രസാദം സ്വീകരിച്ച്, അവിടുത്തെ ചന്ദനം തൊട്ട്, ഈ കവിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ഭഗവാന്റെ പൊന്നുകെട്ടിയ വള്ളം അല്ലെ, പൊന്നുകെട്ടിയ ചുണ്ടൻ വള്ളങ്ങളാണ് ഇവിടെ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അത് അത്തരത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലെ. ഐതിഹ്യവും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളും സമന്വയിക്കുന്ന ഒരു ജലമേളയാണ്. ഒപ്പം വാശിയുമുണ്ട്. ആ മഹത്തായ ട്രോഫിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടം കരകൾക്കിടയിലുണ്ട്. പക്ഷേ പോരാട്ടവും മത്സരവീര്യവും മാത്രമല്ല, അതിലെല്ലാം ഉപരിയായി ഭക്തിയുടെയും ഐതിഹ്യത്തിന്റെയും മഹത്തരമായ ആശയമാണ് ആറന്മുള ഉത്രിട്ടാതി ജലമേള ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 50 ഇന്നത്തെ മത്സരത്തിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ വിനോദ 50 പള്ളിയോടങ്ങളാണല്ലേ മത്സരത്തിനുള്ളത്? 50 പള്ളിയോടങ്ങളാണുള്ളത്. 52 കരകൾക്ക് വള്ളങ്ങളുണ്ട്. പക്ഷെ മത്സര ഇനത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള 50 പള്ളിയോടങ്ങളാണ്. പക്ഷേ ജലഘോഷയാത്രയിൽ 51 പള്ളിയോടങ്ങൾ. അതിൽ പ്രേക്ഷകർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 2 ബാച്ചായി മത്സരം നടക്കുന്ന വള്ളംകളിയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ ഒരുപാട് വള്ളംകളികൾ ഉണ്ടെങ്കിലും 2 ബാച്ച് അടിസ്ഥാനത്തിൽ ബി ബാച്ചിൽ ചെറിയ പള്ളിയോടങ്ങൾ മത്സരിക്കുമ്പോൾ വിശാലമായ വലിയ പള്ളിയോടങ്ങൾ എ ബാച്ചിൽ മത്സരിക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു വൈകിട്ട് 6:30 ഒക്കെ ആവും ഫൈനലിലേക്ക് എത്തണമെങ്കിൽ. അതെ, നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഫൈനൽ മത്സരം നടക്കും. 35ഓളം പള്ളിയോടങ്ങൾ എ ബാച്ചിൽ ഉണ്ടാകും. 16 പള്ളിയോടങ്ങൾ ബി ബാച്ചിലും ഉണ്ടാകും. നീളത്തിന്റെ ആ അളവിന്റെ വ്യത്യാസം അനുസരിച്ചാണ് എ ബാച്ച് ബി ബാച്ച് പള്ളിയോടങ്ങൾ. ഭൂരിപക്ഷം പള്ളിയോടങ്ങളും പുതിയ പള്ളിയോടങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഓരോ വർഷവും പുതിയ പള്ളിയോടങ്ങൾ ഉണ്ടാകും. കരകൾ എല്ലാം സംഘടിച്ച്, എല്ലാവരും കൂടെ സംഘടിച്ച് ഏകദേശം 50 ലക്ഷത്തോളം രൂപ വരും ഒരു പള്ളിയോടം നിർമ്മിക്കാൻ. പക്ഷെ ആ കരകളെ സംബന്ധിച്ച് അഭിമാനമാണ്, അവരുടെ നാടിന്റെ പൈതൃകമാണ് പള്ളിയോടം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ജലമേളയുടെ പഴക്കം സംബന്ധിച്ച് ഇത് എന്ന് തുടങ്ങിയതാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതായത് മറ്റു വള്ളംകളികളൊക്കെ നമുക്കറിയാം, അത് തുടങ്ങിയ വർഷങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ മത്സര വള്ളംകളി തുടങ്ങിയത് 972-ലാണ്. അതിനെപ്പറ്റി നമുക്കറിയാം. പക്ഷേ അതിനു മുൻപും ഈ ജലമേള ഉണ്ടായിരുന്നു. അതിനു മുമ്പും തിരുവോണത്തോണി വരുന്നുണ്ടായിരുന്നു. ആറന്മുള ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നതും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. സ്വാഭാവികമായും അന്ന് മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു വലിയ ആഘോഷമാണ്. സ്വാഭാവികമായും അതിന്റെ തുടർച്ച ഈ തലമുറയിലും അടുത്ത വരുന്ന 6-7 തലമുറകൾ ഇതിനെ പിന്തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പള്ളിയോടങ്ങളിൽ ഇരിക്കുന്ന കൊച്ചുപിടുക്കന്മാരെ കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. കാരണം അടുത്ത തലമുറ ഇത് ഏറ്റെടുക്കുകയാണ്, ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ്. ഗൗതം പറഞ്ഞ പോലെ തന്നെ ഇത് ഭഗവാൻ പാർത്ഥസാരഥിയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങാണെങ്കിലും മനസ്സിലാക്കേണ്ടത് അർജുനന്റെ പിറന്നാളാണ്. ഉത്രിട്ടാതി എന്ന് പറയുന്ന അർജുനന്റെ പിറന്നാളാണ്. അർജുനൻ പണിത ക്ഷേത്രം സ്വന്തം പിറന്നാളിൽ തന്നെ ഭഗവാൻ ക്ഷേത്രം പണിത് കൊടുത്തു. 5 പാണ്ഡവരും ഭഗവാന് ക്ഷേത്രങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അർജുനൻ പണിത ക്ഷേത്രം സ്വന്തം ജന്മനാളിൽ തന്നെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഉത്രിട്ടാതിയിൽ ജലമേള നടക്കുന്നത്. നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ തിരുവോണ സദ്യവുമായി തിരുവോണത്തോണി വരുന്നു. ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായിട്ട് കരകളിലുള്ള ആളുകൾ അവർ പള്ളിയോടങ്ങൾ കൂടെ വന്നതാണ്, അകമ്പടിയായി വന്നതാണ്. അത് രാത്രി കാട്ടൂരിൽ നിന്ന് തുടങ്ങും. ഈ തിരുവോണ ദിവസം തലേന്ന് ഉത്രാടത്തിന്റെ അന്ന് തലേന്ന് കാട്ടൂർ മനയിൽ നിന്നും തുടങ്ങി
ഈ ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് എത്തുന്നത്. ഈ രാത്രിയിൽ വരുന്ന ഈ പള്ളിയോടങ്ങളെ കരക്കാർക്ക് എല്ലാവർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന പള്ളിയോടങ്ങളെല്ലാം കൂടി ചേർന്ന് ആ പ്രതിഷ്ഠാ ദിനത്തിൽ ഗംഭീര ജലോത്സവം നടത്തുകയാണ്. അങ്ങനെയാണ് ജലമേള. ഒരു മഹത്തായ അനുഷ്ഠാനമില്ല. അതുപോലെ ഇന്നത്തെ കാലത്ത് ആളുകളൊക്കെ ഫോണിനും ഫേസ്ബുക്കിനും ഒക്കെ അഡിക്റ്റഡ് ആകുന്ന കാലത്ത് പോലും വിനോദ് പറഞ്ഞതുപോലെ ഈ തിരുവോണത്തോണി വരുന്നത് കാണാൻ അർദ്ധരാത്രിയിൽ ആ സ്ത്രീകൾ ഉൾപ്പെടെ പമ്പാ നദിയുടെ ഈ മഹത്തരമായ നദിയുടെ ഇരുവശങ്ങളിലും ആ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. വെളുപ്പിന് തിരുവോണ നാളിൽ വെളുപ്പിന് തന്നെ ഈ ആറന്മുള ക്ഷേത്രക്കടവിൽ ആയിരങ്ങൾ ഒത്തുകൂടുന്നു എന്നൊക്കെ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ആളുകളെല്ലാം ഫോണിനും ഒക്കെ അഡിക്റ്റഡ് ഒക്കെയാണ്. തീർച്ചയായും നിരവധി കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഇതിനോട് ചേർത്തുണ്ട്. ഈ മങ്ങാട്ടില്ലത്ത് നിന്ന് എന്തുകൊണ്ട് തിരുവാറന്മുള അപ്പന് ഈ തിരുവോണ സദ്യ വരുന്നു എന്നതിന് പിന്നെ ഒരു കഥയുണ്ട്. ആറന്മുളക്കാർക്കൊക്കെ പ്രചാരം നേടിയ കഥയാണത്. കഥയല്ല, ചരിത്രമാണ്, മിത്താണ്, വിശ്വാസമാണ്. അത് കൃത്യമായി പാലിക്കുകയാണ്. അതായത് മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും തിരുവോണത്തിന് കാൽ കഴുകിച്ച് ഊട്ട് നടത്തിയിരുന്നു. ആ ഇല്ലത്തെത്തുന്ന ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടേ അദ്ദേഹം ആഹാരം കഴിക്കുകയുള്ളായിരുന്നു. ഒരു വർഷം ആരും വന്നില്ല. ഭട്ടതിരി അങ്ങനെ കഴിക്കാതെ കാത്തിരുന്ന സമയത്ത് വളരെ ചെറിയൊരു ബാലൻ ആ വീട്ടിൽ വന്നു. ക്ഷീണിച്ചു വന്നിട്ട് ഉച്ച സമയമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടെ ആ ഇല്ലത്ത് കയറിയിരുന്ന് ആഹാരം കഴിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോയി. അദ്ദേഹം ആനന്ദത്താൽ കണ്ണു നിറഞ്ഞു. അന്ന് വൈകിട്ട് കിടന്നുറങ്ങിയ ആ മങ്ങാട്ട് ഭട്ടതിരി സ്വപ്നം കണ്ടത് അടുത്ത വർഷം മുതൽ എനിക്കുള്ള ഓണസദ്യ തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ആ സ്വപ്നം. അപ്പോഴാണ് ആ മങ്ങാട്ട് ഭട്ടതിരി അറിയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് തൻ്റെ ഇല്ലത്ത് വന്ന് ആഹാരം കഴിച്ചത്. അടുത്ത വർഷം മുതൽ എല്ലാ ഓണ വിഭവങ്ങളും ചേർത്ത് അങ്ങനെ മങ്ങാട്ട് ഭട്ടതിരി അവിടെ നിന്നൊരു വള്ളത്തിൽ ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അത് തിരുവോണത്തോണി ആകുന്നു. അങ്ങനെ വന്ന തിരുവോണത്തോണി ചില വർഷം, ഏതോ ഒരു വർഷം സമീപത്തുള്ള, അന്ന് ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ, എല്ലാ വിഭവങ്ങളും ഈ വള്ളത്തിലുണ്ട്. ഈ വള്ളം ആക്രമിച്ച് ഈ ആഹാര സാധനങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കള്ളന്മാരുടെ ആക്രമണം ചെറുക്കാനായി കരകളിലുള്ളവർ പള്ളിയോടം നിർമ്മിച്ച് ഇതിന് അകമ്പടി പോയി, ഇതിന് സംരക്ഷണം ഒരുക്കി പോയി. അങ്ങനെ പോയി വന്ന പള്ളിയോടങ്ങളാണ് ഇപ്പോൾ ജലോത്സവമായി ഇങ്ങനെ പമ്പയെ കുളിരണിയിച്ചുകൊണ്ട് നമുക്ക് ആറന്മുളയുടെ വിശേഷങ്ങളിലൊക്കെ കടക്കണ്ടേ. വള്ളപ്പാട്ട്, ഒപ്പം ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് എന്ത് നടക്കുന്നു ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പൊ പമ്പയാറ്റിൽ പള്ളിയോടൊപ്പരുമ അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മളധികം കഥ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വഞ്ചിപ്പാട്ടിലേക്ക് പോകണം. വഞ്ചിപ്പാട്ടിന്റെ താളം കേട്ടാൽ ചിലപ്പോൾ ഞാനും ഒക്കെ ചിലപ്പോൾ തുള്ളിപ്പോകും, ചിലപ്പോൾ അവർക്കൊപ്പം പാടിപ്പോകും. അത് ഇപ്പൊ ഗോകുലും ഞാനും ഒക്കെ ഗൗതവും ഞാനും ഒക്കെ പത്തനംതിട്ടയിലക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഒരു ആവേശമാണ്. അപ്പൊ അതുകൊണ്ട് അതെ, അപ്പൊ നമുക്ക് വഞ്ചിപ്പാട്ടിന്റെ ഒരു സംഘം എത്തിയിട്ടുണ്ട്. ഗൗതം, നമുക്ക് അവരെ കൊണ്ട് ഒരു വഞ്ചിപ്പാട്ട് പാടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വഞ്ചിപ്പാട്ട് നദോന്നത വൃത്തത്തിലുള്ള വഞ്ചിപ്പാട്ടാണ് ഇവിടെ ജലോത്സവത്തിന് വേണ്ടി പാടുന്നത്. കൃത്യമായി താളത്തിൽ, കൃത്യമായി അത് വേഷങ്ങൾ അണിഞ്ഞ്, വെള്ളമുണ്ടും വെള്ള തോർത്തും തലയിൽ അണിഞ്ഞ് നേരിയത് ഒക്കെ അണിഞ്ഞാണ് ഈ വഞ്ചിപ്പാട്ട് പാടുന്നത്. പാടാൻ വേണ്ടി തന്നെ ഒരു സംഘം പള്ളിയോടത്തിനുണ്ടാകും. അവർ കൂടാതെ തുഴച്ചിൽക്കാരും ഉണ്ടാകും. ഏകദേശം 80 മുതൽ 100 പേർ വരുന്ന തുഴച്ചിൽ സംഘമാണ് ഈ പള്ളിയോടങ്ങളിലുള്ളത്. അത് പള്ളിയോടങ്ങളുടെ വലിപ്പം അനുസരിച്ച് തുഴച്ചിൽക്കാരുടെ എണ്ണവും മാറും. എ ബാച്ച്, ബി ബാച്ച് എന്ന പള്ളിയോടത്തിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായും എ ബാച്ച് പള്ളിയോടങ്ങൾക്കാണ് നീളം കൂടുതൽ. അതിന് അത്രയും നീളമില്ലാത്ത വള്ളങ്ങളാണ് ബി ബാച്ചിൽ വരിക. പള്ളിയോടങ്ങളെ സംബന്ധിച്ച് 4 അടനയമ്പാണ് ഉള്ളത്. അതിൻ്റെ അമരത്താണ് അടനയമ്പ്. അവരാണ് ആ വള്ളത്തിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അമരത്തുള്ളവരാണ്. 4 അടനയമ്പ് എന്ന് പറയുമ്പോൾ 4 വേദങ്ങൾ എന്നുള്ള വിശ്വാസമാണ്. നമ്മുടെ പുരാണങ്ങളെ സംബന്ധിച്ച് 4 വേദങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെ 4 വേദങ്ങളാണ് 4 അടനയമ്പ്. 8 പേരാണ് കൂമ്പിലിരിക്കുന്നത്. കൂമ്പെന്ന് പറയുന്നത് വള്ളത്തിൻ്റെ മുൻഭാഗം. അവിടെ 8 പേർ ഇരിക്കുന്നുണ്ടാവും. അത് അഷ്ടദിക്പാലന്മാർ, നമ്മുടെ 8 ദിക്കുകളും പാലിക്കുന്നവർ എന്നുള്ളതാണ്. ഈ പള്ളിയോടത്തിൻ്റെ അമരത്ത് 2 വശത്തും 2 വലിയ കുമിളകൾ ഉണ്ടാകും. ഇതിൻ്റെ നമുക്ക് കാണാൻ മനോഹരമാക്കിയ കുമിളകളുണ്ട്, കൊടിയുണ്ട്, അമരച്ചാർത്തുണ്ട്. അപ്പോൾ ഈ 2 കുമിള എന്ന് പറയുന്നത് ഒന്ന് ചന്ദ്രൻ, ഒന്ന് സൂര്യൻ.
ആ വിശ്വാസത്തിലാണ്. ഭഗവാൻ തന്നെ പള്ളിയോടത്തിലുണ്ട് എന്നാണ് വിശ്വാസം. ആരും പാദരക്ഷ ഉപയോഗിച്ച് പള്ളിയോടത്തിൽ കയറാറില്ല. അതെ, നമുക്ക് വഞ്ചിപ്പാട്ടിന് ആളെത്തിയിട്ടുണ്ട്. തയ്യാറാണ്. ഏത് കരയാണ്? ഇടശ്ശേരി മലയാണോ? യെസ്, ഇടശ്ശേരി മല കര ക്ഷേത്രം ഇരിക്കുന്ന കരയാണ്. അതെ അതെ അതെ. അങ്ങനെ വളരെ പ്രത്യേകതയുള്ളൊരു കരയാണ്. പലതവണ മന്നം ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള കരയാണ്. അപ്പൊ തുടങ്ങാം. യെസ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി 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 പാർത്തല്ലാത്തി പോക്കി പാർത്തല്ലാത്തി പോക്കി പാർത്തല്ലാത്തി പോക്കി കീർത്തി പാർത്തരുളവാക്കി കാത്തരുളും തിരുവാറൻ കാത്തരുളും തിരുവാറൻ കാത്തരുളും തിരുവാറൻ മുളനായകാതൈ കാൽ തള്ളിരാടിയിൽ വീണ് കാൽ തള്ളിരാടിയിൽ വീണ് കാൽ തള്ളിരാടിയിൽ വീണു വണങ്ങുപോരാടിയത്തെ കാത്തുകൊള്ളണമേ പോറ്റി കാത്തുകൊള്ളണമേ പോറ്റി കാത്തുകൊള്ളണമേ പോറ്റി കമലകാന്താദൈ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഹരി. ജനം ടിവിക്കൊപ്പം പങ്കുചേർന്നതിന് വളരെ സന്തോഷം. ഞങ്ങൾക്കറിയാം ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുകളുണ്ട്. ഇനിയും ക്ഷേത്രത്തിലേക്ക് പോകണമല്ലോ. അതിനുശേഷം പള്ളിയോടത്തിൽ, പിന്നീട് ജലഘോഷയാത്ര മത്സരം. അപ്പം 2011-ലും 2012-ലും ഒക്കെ ട്രോഫി നേടിയ പള്ളിയോടമാണ്. യെസ്, വളരെ സന്തോഷം ജനം ടിവിക്കൊപ്പം പങ്കുചേർന്നത്. ശരി. അതെ, നമുക്ക് ഇനി ഒരു ഇടവേള കഴിഞ്ഞ് നിരവധി വാർത്തകൾ പറയാനുണ്ട്. പള്ളിയോടങ്ങളെ സംബന്ധിച്ച് നിരവധി വിശേഷങ്ങളുണ്ട്. യെസ് വിനോദേ, അപ്പോ നമ്മുടെ രണ്ട് പ്രതിനിധികൾ പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ തയ്യാറാണ്. അരുൺ കൊടുങ്ങൂരും അതുപോലെ തന്നെ ഗോകുൽ രമേശും അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ക്ഷേത്ര സന്നിധിയിലെ വിശേഷങ്ങളൊന്നും നോക്കണ്ടേ? വേണം, വളരെ പ്രധാനപ്പെട്ടതാണ്. യെസ്. അരുൺ, ഗോകുൽ, എന്താണ് പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? കാരണം ഞങ്ങൾ ഈ സത്രക്കടവിലുണ്ട്, ഫിനിഷിംഗ് പോയിന്റിൽ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് ഇപ്പോൾ VVIPകളും സാധാരണ ജനങ്ങളും ഒക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു. പള്ളിയോടങ്ങളൊക്കെ അവസാനഘട്ട മിനുക്കുപടികളിലാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനകത്ത്, ക്ഷേത്ര പരിസരത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പറയുവാനും. എനിക്ക് കേൾക്കുന്നില്ല, അത് മറ്റേ തന്നെ അടുത്ത
ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസം കൂടിയാണ് പ്രതിഷ്ഠാ ദിനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വള്ളംകളിയുടെ ഒരു കാരണം തന്നെ ഈ പ്രതിഷ്ഠാ ദിനത്തിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങല്ലേ. പിന്നെ തീർച്ചയായിട്ടും ചേട്ടാ, ഈ ആറന്മുള ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ്, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ആറന്മുള ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം ഇവിടുത്തെ ചടങ്ങുകൾക്കും ഇവിടുത്തെ ആചാരങ്ങൾക്കും ഒക്കെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഈ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലോ പോലും കാണാത്ത രീതിയിൽ അത്രത്തോളം ഐതിഹ്യവും ആചാരവും ഒക്കെ ഇഴപിരിഞ്ഞിരിക്കുന്ന ഒരു നാടാണ് ആറന്മുള, ഒരു ക്ഷേത്രമാണ് ആറന്മുള. ഇവിടുത്തെ ആചാരങ്ങളൊക്കെ വഞ്ചിപ്പാട്ട് തന്നെയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ക്ഷേത്രത്തിൽ രാവിലെ എത്തി നല്ല അന്തരീക്ഷമാണ്. നമ്മളോടൊപ്പം ക്ഷേത്രത്തിലെ ആൾക്കാരൊക്കെ ചേരുന്നത്. നമുക്ക് ആദ്യം എനിക്കൊന്ന് ഇന്നത്തെ ചടങ്ങുകളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ തോന്നില്ല ചേട്ടാ. ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഏതായാലും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇന്ന് ഭഗവാന്റെ പ്രതിഷ്ഠാദിനമാണ്. അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, വൈകുന്നേരം ഗരുഡവാഹനത്തിൽ എഴുന്നള്ളത്ത്, ഇങ്ങനെയുള്ള പ്രത്യേക ചടങ്ങുകളെല്ലാം ഇന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം ജലമേളയും പിന്നെ വള്ളംകളി മത്സരവും നടത്തപ്പെടുന്നു. ഇത്തവണത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ പുതിയൊരു വിലയിരുത്തൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പൂർവാധികം ഭംഗിയായിട്ട് തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്? കുഴപ്പമില്ലാതെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലതായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. എല്ലാ ചടങ്ങുകൾക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും ഇനിയൊരു വഞ്ചിപ്പാട്ടിലേക്ക് തന്നെ ആറന്മുളയെ ഇരു ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാന്റെ തിരുമുന്നിൽ നിന്നുള്ള ആ ഒരു ചേട്ടന്മാരെ തുടങ്ങിയാലോ? വിശ്വനാഥനായ നിന്നെ വിശ്വനാഥനായ നിന്നെ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ആശ്രയം മറ്റാരുമില്ലേ, ആശ്രയം മറ്റാരുമില്ലേ, ആശ്രയം മറ്റാരുമില്ല അച്യുതനാണേ. ആശ്രയം മറ്റാരുമില്ല അച്യുതനാണേ. ആശ്രയം മറ്റാരുമില്ല അച്യുതനാണേ. പങ്കജാക്ഷഭവൽപാദ സേവ ചെയ്യും ഞങ്ങൾക്കിന്നേ. പങ്കജാക്ഷഭവൽപാദ സേവ ചെയ്യും ഞങ്ങൾക്കിന്നേ. പങ്കജാക്ഷഭവൽപാദ സേവ ചെയ്യും ഞങ്ങൾക്കിന്നേ. സങ്കടങ്ങളകന്നുവോ ശങ്കയില്ലാതെ, സങ്കടങ്ങളകന്നുവോ ശങ്കയില്ലാതെ. നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി 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 ഗോവിന്ദ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയത്തിലേക്ക് അലിഞ്ഞു ചേർന്ന ഒരു വികാരം അത് തന്നെയല്ലേ. അതാണ് ആ ഒരു പാടുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം സമർപ്പിച്ചാണ് ഭഗവാന് മുന്നിലേക്ക് എത്രത്തോളം സമർപ്പിച്ചാണ് ആ പാടുന്നത്. തീർച്ചയായും ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത് 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാജലമേളയാണ്. എനിക്ക് തോന്നുന്നു യുനെസ്കോ ഒക്കെ സ്പെക്ടാക്കുലർ എന്നത് ഇതുപോലെ വേറൊന്നില്ല എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ഒരു
വള്ളംകളി വേറെ ഒന്നുമില്ല. എനിക്കൊന്ന് കേരളത്തിൽ തൃശ്ശൂർ പൂരം ആറന്മുള വള്ളംകളി മാത്രമാണ് അത്തരത്തിലൊന്നുള്ളത്. ശരിക്കും ഈ ആറന്മുള വള്ളംകളി ഈ പള്ളിയോടങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത് വള്ളംകളിക്ക് വേണ്ടിയല്ല, തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുക, അല്ലെങ്കിൽ തിരുവോണത്തോണിയെ സംരക്ഷിക്കുക, ഭഗവാനുള്ള ആ തിരുവോണത്തിൻ്റെ ആട്ടവിശേഷങ്ങൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിനുശേഷം 1972 ഈ പള്ളിയോടങ്ങളുടെ ഒരു പ്രദർശനം, ഒരു മത്സരവും ഒക്കെ ആയിട്ട് നമ്മൾ വള്ളംകളിയായി ചിട്ടപ്പെടുത്തി. അതിനുശേഷം മുടങ്ങാതെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതിങ്ങനെ മുടങ്ങാതെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളൊക്കെ അത് ഭയങ്കര തൃപ്തരാണ്, സന്തോഷവാന്മാരാണ്. അതാണ് അങ്ങയുടെ വരുന്ന വാക്കുകൾ. അതായത് ഇങ്ങനെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് അലിഞ്ഞിങ്ങനെ പോവുകയാണ് ഭഗവാനോട്. ഈ ഒരു എത്രത്തോളം വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വൈകാരികമായുള്ള ഒരു ബന്ധം അത് തന്നെയാണ് ഈ നാടും ഇവിടെ ഈ ഒരു വള്ളംകളിയും അതോടൊപ്പം തന്നെ വഞ്ചിപ്പാട്ടും ഒക്കെ ആയിട്ടുള്ള. എന്തായാലും നിരവധി വിശേഷങ്ങളുണ്ട്. ക്ഷേത്ര സന്നിധിയിൽ നിന്നും നിരവധി വിശേഷങ്ങൾ എന്തായാലും പങ്കുവെക്കാനെല്ലാം ഉണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും പ്രതിഷ്ഠാ ദിനമാണ്. ആ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവിധ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുകയാണ്. എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഗൗതം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അരുൺ കൂട്ടുങ്ങൂരും ഗോകുൽ രമേശും നൽകിയത്. അവിടെ വലിയ ആവേശമാണ്. അവിടെയും വഞ്ചിപ്പാട്ടിൻ്റെ താളമാണ്. ഞങ്ങൾ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റ് ആയിട്ടുള്ള സത്രക്കടവിലും വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ ഇങ്ങനെ അലയടിക്കുകയാണ്. അങ്ങനെ പമ്പാ നദി ഇന്ന് നടക്കാൻ പോകുന്ന വലിയ ജലമാമാങ്കത്തിനായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം പള്ളിയോടങ്ങൾ അണിഞ്ഞൊരുങ്ങി ഈ കാണുന്ന പമ്പാ നദിയിലേക്ക് എത്തും. ഏതാണ്ട് 1:30 ജലഘോഷയാത്ര ആരംഭിക്കും. പിന്നീട് 3:30 ശേഷമാണ് മത്സര വള്ളംകളി ആരംഭിക്കുന്ന. ഒരു ഇടവേള എടുത്ത ശേഷം വളരെ വേഗത്തിൽ ആറന്മുളയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള ദിവസമാണെങ്കിലും ജനം TVയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം ഉത്രട്ടാതി നാളിൽ ഈ ആറന്മുള എന്ന ഈ മഹത്തായ ദേശത്ത് നടക്കുന്ന ജലോത്സവം തന്നെയാണ്. നമുക്കൊപ്പം വീണ്ടും ഒരു അതിഥി ചേരുകയാണ്, സജിത് പരമേശ്വരൻ. അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, ഒപ്പം ആറന്മുളക്കാരനാണ്. ഇന്നിപ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ പള്ളിയോടത്തിൽ തുഴഞ്ഞു പോകുന്ന വ്യക്തി കൂടിയാണ്. ജഡ്ജാണ്. അദ്ദേഹത്തെ ജഡ്ജാക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കൃത്യമായി വള്ളങ്ങളുടെ സ്വഭാവം അറിയാം. വള്ളങ്ങൾ ഏത് നിലയിലാണ് തുഴയുന്നത്, ഏത് നിലയിലാണ് അവർ പ്രൈസിലേക്ക് വരുന്നത് എന്നൊക്കെ തർക്കമില്ലാതെ പറയാൻ കഴിയുന്ന ജഡ്ജിമാരിൽ ഒരാളാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണി കൂടിയാ. പക്ഷേ നയമ്പിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം. കാരണം ഈ ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കൃത്യത വന്നില്ലെങ്കിൽ കരക്കാരാ ഒരു വർഷം പ്രശ്നമായി മാറും. കയറാൻ പറ്റില്ല. ആറുമലയിലോട്ട് വരാനൊക്കത്തില്ല, അക്കരെയാണ് വീട്. കൃത്യത എന്ന് പറഞ്ഞ ഒരു കാര്യം അതെന്തായാലും നമ്മൾ അങ്ങനെ നോക്കിയാലേ പറ്റത്തുള്ളൂ. ഒരുപാട് നിയമവശങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചു വരുന്ന വള്ളങ്ങൾക്ക് മാത്രമേ മുന്നിൽ വന്നാലും നമ്മൾ ആറന്മുളയായിട്ടുള്ള ചിട്ട, ആറന്മുളയുടെ ചിട്ട ഈ പടിഞ്ഞാറൻ ചിട്ട, അതായത് ഈ കുട്ടനാടൻ്റെ ആ ശൈലിയിൽ നിന്നും വ്യത്യസ്തമാണ്. അന്നേരം ഇവിടെ ഭക്തിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് പള്ളിയോടങ്ങൾ നമ്മൾ ഈ പരസ്പര ബഹുമാനം, അതൊരു വലിയ കാര്യമാണ്. ഒരു വള്ളങ്ങൾ തമ്മിലുള്ള ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തിരുവാറന്മുളയപ്പൻ്റെ വാഹനമാണ്. 52 പള്ളിയോടങ്ങൾ. ഈ 52 പള്ളിയോടങ്ങളും പരസ്പരം ബഹുമാനിച്ച് ഒരു വള്ളം മറ്റൊരു വള്ളത്തെ ചൂണ്ടാതെ വളരെ കൃത്യമായിട്ട് ഈ വള്ളങ്ങൾ ചിട്ടകൾ പാലിച്ച് ഫിനിഷ് ചെയ്യുക. അതാണ് നമ്മൾ നോക്കുന്നത്. വേഗതയാണൊരു കാര്യം, വേഗത തന്നെയാണ് കാര്യം. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. കുട്ടനാടൻ ശൈലി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുള തുഴച്ചിൽ സ്പീഡില്ലാത്ത ഒരു തുഴച്ചിലായിരുന്നു. ഇപ്പം നമ്മുടെ യുവാക്കളെല്ലാം തന്നെ വളരെ ആക്റ്റീവാണ്. കാരണം അവരെ റാമ്പുണ്ടാക്കി, ഒരു റാമ്പുണ്ടാക്കാൻ തന്നെ 19,000 രൂപ ആകും. ആ റാമ്പുണ്ടാക്കിയിട്ട് ഇവർ ആ റാമ്പയിലിരുന്ന് പരിശീലിച്ച് നല്ല കുട്ടനാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് പല കരകളിലും പരിശീലിപ്പിക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള രീതി. ഇതിലൊരു ഡൗട്ട് പലർക്കും, ഇപ്പൊ വള്ളംകളി അടുത്ത് നിന്ന് നോക്കുന്നവർക്ക് ഉള്ള ഒരു സംശയമല്ല, മറിച്ച് ഈ പള്ളിയോടങ്ങളും കുട്ടനാടൻ വള്ളങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇത് ആദ്യ കാലത്ത് വലിയ വ്യത്യാസം ഇല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചരിത്രം തികഞ്ഞു പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഈ കായംകുളവും ചെമ്പകശ്ശേരിയും തമ്മിലുള്ള കാര്യം, അതൊക്കെ അറിയാം. പക്ഷെ കുട്ടനാടൻ വള്ളങ്ങളും ഏതാണ്ട് 1968 വരെ ഏതാണ്ട് നമ്മൾ നോക്കിയ ശൈലി ഒന്ന് തന്നെയാണ്. കാരണം ആറന്മുള പള്ളിയോടങ്ങളുടെ ഈ കൂമ്പ് ഉയർന്നു കിടക്കുന്നു, അമര ഉയർന്നു കിടക്കുന്നു. ഒരു പരിധി വരെ, ഒരു 68 കാലം വരെ ഈ കുട്ടനാടൻ വള്ളങ്ങൾക്കും ഇത്രയും ഉയരമില്ലെങ്കിലും ഒരു പരിധി വരെ ഉയരം ഉണ്ടായിരുന്നു. കാരണം പള്ളിയോടങ്ങൾ നമ്മൾ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. ആറന്മുളയിൽ നിന്ന് പള്ളിയോടങ്ങൾ കുട്ടനാട്ടിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് വെൺപാല കദളിമംഗലം പള്ളിയോടം. ഈ പള്ളിയോടമാണ് നമ്മുടെ നെഹ്റു കയറിയ നടുഭാഗം ചുണ്ടൻ. അങ്ങനെ പല കാര്യം. ഗിയർ ഗോസ് ചുണ്ടൻ, പഴയ ഗിയർ ഗോസ്, അതായത് ഈ നമ്മുടെ നെഹ്റു ട്രോഫി വിന്നറായിട്ടുള്ള ഗിയർ ഗോസ്, അത് കർഷകൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഗിയർ ഗോസ് ചുണ്ടൻ കുറുക്കുമുന്നക്കാർക്ക് വിറ്റു.
ഉടുപ്പിനക്കാർക്ക് നമ്മുടെ ആറന്മുള പള്ളിയോടമായി മാറിയത്. പായിപ്പാട് ചുണ്ടൻ മംഗലംകാർ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പായിപ്പാട് അങ്ങനെ പല കൊടുക്കൽ വാങ്ങൽ. ഇപ്പൊ നമ്മൾ അക്കരയോട്ട് നോക്കിയാൽ തോട്ടപ്പുഴശ്ശേരി പള്ളിയോടമാണ്. ഈ തോട്ടപ്പുഴശ്ശേരി കരക്കാരാണ് ഈ പള്ളിയോടം കുട്ടനാടിന് കൊടുത്തിട്ട് പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം കളിച്ച. ഈ ആറന്മുളയിലെ പള്ളിയോടവും ഈ നെഹ്റു ട്രോഫി പങ്കെടുക്കുന്ന പള്ളിയോടോ നേരത്തെ ഇപ്പൊ ഷേപ്പിൽ നല്ല വ്യത്യാസം. ഇപ്പം 1900 അല്ല പണ്ടാണ് കൂമ്പ് മുട്ടിക്കൊടുക്കുമായിരുന്നു. 1968 അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലം വരെ നെഹ്റു ട്രോഫിയിൽ കളിക്കുന്ന ഈ നമ്മുടെ പടിഞ്ഞാറൻ ചുണ്ടൻ വള്ളങ്ങൾക്ക് ഒരു 44-45 കോലൊക്കെ നീളം ഉണ്ടായിരുന്നു. 68 പുളിങ്കുന്ന് വള്ളം കോഴിമുക്ക് നാരായണാശാരി 48 കോലായിട്ട് വർദ്ധിച്ചു. അങ്ങനെയാണ് തുടക്കം കുറിച്ചത്. പിന്നീട് ഇതിന്റെ വീതി വളരെ കുറച്ചു. കാരണം റേസാണ് മുഖ്യം, അവിടെ വിജയിക്കണം, അതായിരുന്നു മുഖ്യം. അതുകൊണ്ട് വീതി നന്നായി കുറച്ചു, അമരം നന്നേ താഴ്ത്തി. സത്യത്തിൽ വള്ളം കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു 14 അടിയൊക്കെ അമരം ഉണ്ടാകും. ആളുകൾ കയറി കഴിഞ്ഞാൽ അവിടുത്തെ വള്ളം അങ്ങ് ഇരുത്തും. പക്ഷെ ചുണ്ടൻ വള്ളങ്ങളുടെയും പള്ളിയോടങ്ങളുടെയും നിർമ്മാണ ശൈലി ഒന്ന് തന്നെ. കാരണം ഏരാവ് മാതാവ് പലക വെക്കുന്നു, കമുത്ത് പലക വെക്കുന്നു, സൈഡ് ബങ്ക് വെക്കുന്നു. അന്നേരം ഈ ഏരാവ് മാതാവ് പലകയും കമുത്ത് പലകയും സൈഡ് ബങ്കും കുട്ടനാടി വെക്കുമ്പോൾ ഇവിടെ ഒരു പലയോടെ കൂടും. കാരണം ഈ വലിപ്പം കൂടുന്നതുകൊണ്ട് പണ്ടിക്ക് പറയും. കാരണം അവിടുത്തെ നമ്മുടെ ഈ പറയുന്ന ഈ പണ്ടിന്ന് ഇവിടെ പറയും, അതായത് പിന്നെ വീതി, ഈ വീതി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 51, 54 എന്നൊക്കെ പറയാം, അത്രയും വീതിയുള്ളൂ. ഇവിടെ ആണെങ്കില് 67, 66 ഒക്കെ വരും. അന്നേരം ഏരാമാതാവ് പലകകൾ വെച്ച് കഴിഞ്ഞാൽ ചില്ലോരായം എന്ന് പറഞ്ഞ മറ്റൊരു പലകയൂടെ വരും. ആ വള്ളവിനൊരു ചില്ലോരായം കൂടെ വരും. അന്നേരം ഒരു പലക കൂടുതലാണ്, 2 പലക കൂടുതലാണ്. അന്നേരം പിന്നെ ഈ പള്ളിയോടങ്ങളുടെ ഉയരം കേമത്വമാണ് ആറന്മുള വെക്കുന്നത്. ആരുടെ പള്ളിയോടമാണ് നല്ല ഉയരത്തിൽ കിടക്കുന്നത്, തലയെടുപ്പോട് കൂടി കിടക്കുന്ന പള്ളിയോടം ഏതാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 18 അടി ഉയരം. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ഈ പിന്നെ ഇവിടെ 20 അടി ഉയരമുള്ള പള്ളിയോടമുണ്ട്, കീഴുകര പള്ളിയോടം. അന്നേരം ഈ പള്ളിയോടം നിർമ്മാണത്തിന്റെ എന്താ പറയുന്ന ശില്പ ചാതുര്യത കാണുമ്പോൾ ഒരു ആനച്ചന്തം. ഇതൊക്കെയാണ് നോക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കരക്കാർ പറയും നമ്മുടെ പള്ളിയോടത്തിന്റെ അമര ഇച്ചിരി കുറവാണ് അല്ലേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളിയോടത്തിന്റെ ആ ഒരു പ്രൗഢിയാണ് വലിയ കാര്യം. എന്തായാലും വളരെ സന്തോഷം ഇത്ര ആധികാരികമായിട്ട് വള്ളംകളിയെ പറ്റി പറഞ്ഞു തന്നിരുന്നു. വളരെ തിരക്കുണ്ടെന്നറിയാം. വളരെ സന്തോഷം സജിത്ത് ചേട്ടാ, വളരെ സന്തോഷം. എന്തായാലും സജിത് പരമേശ്വരൻ അദ്ദേഹം ഇന്നത്തെ ഈ വിധികർത്താവ് കൂടിയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷമല്ല, വൈകിട്ടായി കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് കരകൾ തമ്മിൽ. അപ്പം പ്രശ്നങ്ങളാണ്. കൃത്യമായിട്ട് വിധി പറഞ്ഞില്ല എങ്കിൽ അത് അദ്ദേഹം പറഞ്ഞല്ലോ, പിന്നീട് 1 വർഷം വഴിയേക്കേണ്ട അവസ്ഥയൊക്കെയാണ്. വീണ്ടും ആറന്മുളയിലെ വിശേഷങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ പള്ളിയോട പൂരമാണ്. ഉച്ച കഴിഞ്ഞാൽ 52 പള്ളിയോടങ്ങൾ എത്തുന്നു. ആദ്യഘട്ടത്തിൽ ജലഘോഷയാത്ര പ്രൗഢഗംഭീരമായി നടക്കും. അതിനുശേഷമാണ് മത്സര വള്ളംകളി നടക്കുന്നത്. 1972 ആരംഭിച്ച മത്സര വള്ളംകളി ഇപ്പോഴും വീറും വാശിയുമായി 52 കരകൾ തമ്മിൽ മത്സരിക്കുകയാണ്. ഒപ്പം നേരത്തെ സജിത് പരമേശ്വരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് പള്ളിയോടങ്ങൾ പോകുന്നത്. വിനോദ്, നമ്മുടെ 2 പ്രതിനിധികൾ ഇപ്പോൾ തിരുവോണത്തോണിക്കൊപ്പമാണ്. അപ്പൊ നേരത്തെ തിരുവോണത്തോണിയുടെ ഐതിഹ്യം ഒന്ന് പറഞ്ഞിരുന്നു. നമുക്ക് തിരുവോണത്തോണിക്കൊപ്പം 2 പേർ അരുൺ കൊടുങ്ങൂരുണ്ട്. കാരണം ഈ ജലമേളയുടെ തുടക്കം അവിടെ നിന്നാണ്. വിനോദ് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് തിരുവോണത്തോണി ഉത്രട്ടാതി നാളിൽ ഇവിടേക്ക് എത്തുന്നു. അതിന് അകമ്പടി സേവിക്കാൻ വേണ്ടി ഒരിക്കൽ അയിരൂരിൽ വെച്ച് ആ തിരുവോണത്തോണിയെ ഒരു കൂട്ടം കൊള്ളക്കാർ ആക്രമിക്കുന്ന ഘട്ടത്തിൽ പിന്നീടുള്ള വർഷങ്ങളിൽ ആ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുവാൻ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് പള്ളിയോടങ്ങൾ രൂപപ്പെട്ടത് എന്നതാണ് ഇതിന്റെ ഐതിഹ്യം. അതിനാൽ തന്നെ അരുൺ കൊടുങ്ങൂർ, ഗോകുൽ, എന്തൊക്കെയാണ് തിരുവോണത്തോണിയുടെ വിശേഷങ്ങൾ പറയൂ. തീർച്ചയായും പള്ളിയോടം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ്. ആറന്മുളയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയോടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള തിരുവോണത്തോണിയുടെ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പള്ളിയോടങ്ങൾ അകമ്പടിയായി സേവിക്കുന്ന ഭഗവാന്റെ ആ ഒരു തിരുവോണത്തോണി, അതായത് ചരിത്രം കഥകളും ഒക്കെ ഗൗതവും വിനോദവും ഒക്കെ അല്പം മുമ്പ് സൂചിപ്പിച്ചു. എങ്കിൽ പോലും ഈ തിരുവോണത്തോണിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആറന്മുളയിലെ ഓണച്ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. അതായത് ഈ കാട്ടൂരില്ലം, ആ കാട്ടൂരില്ലത്തിലുള്ള മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും തിരുവോണ നാളിൽ കാൽകഴുകി ചൂട്ട് നടത്തി വന്നിരുന്നു ബ്രാഹ്മണ സമൂഹത്തിനായിട്ട്. അപ്പോൾ ഒരു വർഷം ഇത്തരത്തിൽ ഒരു ബ്രാഹ്മണനും വന്നില്ല, അദ്ദേഹത്തിന്റെ ഊണ് കഴിക്കാനായിട്ട്, കാൽകഴുകിച്ച് ഊണ് കഴിക്കാനായിട്ട് വന്നില്ല. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും
നോവുണ്ടാകുകയും ഒപ്പം വലിയ വിഷമിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പക്ഷേ അന്ന് വൈകുന്നേരത്ത് അദ്ദേഹത്തിന് മുന്നിൽ ഭയങ്കര തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു ബാലകൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ബാലകൻ ആ കാലുകഴുകി ചൂട്ടിന് വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഈ മങ്ങാട്ട് ഭട്ടതിരിക്ക് വലിയ സന്തോഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടായി ആ ഒരു സംഭവത്തിൽ. അന്ന് രാത്രി അദ്ദേഹം നിദ്രയിലാണ്ട സമയത്ത് ഇത്തരത്തിൽ ഭഗവാൻ സ്വപ്ന രൂപത്തിൽ വന്നിട്ട് താൻ തന്നെയാണ് ആ ബാലകനായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ വന്നതെന്നും ഇനിയുള്ള വർഷങ്ങളിൽ തിരുവാറന്മുളയിൽ എനിക്കുള്ള ഓണവിഭവങ്ങൾ എത്തിച്ചാൽ മതി എന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്ത വർഷം മുതലാണ് ഇത്തരത്തിൽ തിരുവോണ നാളിൽ മങ്ങാട്ട് ഭട്ടതിരി ഓണവിഭവങ്ങളുമായിട്ട് തിരുവാറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായിട്ട് വഞ്ചിയിൽ കയറി പമ്പാ നദിയിലൂടെ തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തുന്ന ആ ചടങ്ങ് ആരംഭിച്ചത്. അങ്ങനെ ഇത്തരത്തിൽ ഒരു വേളയിലാണ് ഈ ഇവിടെയുള്ള മാടമ്പിമാർ, ഈ രണ്ട് കരയിലുമുള്ള മാടമ്പിമാർ, കോവിലന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവര് തിരുവോണത്തോണിയെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ കരനാഥന്മാർ, ഇവിടെയുള്ള 18 കരനാഥന്മാർ തോണികളിലെത്തി ആ കോവിലന്മാരെ തുരത്തി ഓടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതാണ് പിൽക്കാലത്ത് ഈ പള്ളിയോടങ്ങളുടെ വരവിലേക്ക് കാരണമായിട്ടുള്ള ചരിത്രമെന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതിനുശേഷം പിൽക്കാലത്ത് ആ പള്ളിയോടങ്ങൾ ഏറ്റവും മനോഹരമായ ഒരു വരവുണ്ട്. ആ തിരുവോണ ദിവസം ആ പുലർച്ചെ വരുന്ന ആ മനോഹരമായ ഒരു വരവ്, ആ ഒരു വരവ് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പള്ളിയോടങ്ങളുടെ അകമ്പടിയിൽ വഞ്ചിപ്പാട്ടിന്റെ ഈരടിയിൽ എത്ര മനോഹരമാണ്. 2-3 ദിവസം പുഴയിലൂടെ 3 പുഴ, മണിമലയാറ്, പമ്പയാറ്, മീനച്ചിലാറ് കടന്നാണ് ഈ തിരുവോണത്തോണി അല്ലെങ്കിൽ മങ്ങാട്ട് ഭട്ടതിരി ആറന്മുള ക്ഷേത്രത്തിൽ എത്തുന്നത്. നേരത്തെ കാട്ടൂരില്ലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ മങ്ങാട്ട് ഭട്ടതിരി കോട്ടയത്താണ് താമസിക്കുന്നത്. കോട്ടയത്ത് കുമാരനെല്ലൂരിലാണില്ല. അവിടെ നിന്നും നമ്മൾ സമഗ്രമായ ഒരു കവറേജ്. തിരുവോണ നാളിന് 2 ദിവസം മുൻപ് അവിടുന്ന് പുറപ്പെടും. ഉത്രാട നാളിൽ കാട്ടൂരിൽ എത്തിച്ചേരും. അവിടെ നിന്നും തിരുവോണത്തോണിയിലേക്ക് അദ്ദേഹം കയറി അവിടുന്ന് കാഴ്ച വിഭവങ്ങളും ഭദ്രദീപവും ഒക്കെ ആയിട്ടാണ് ഈ തിരുവോണത്തോണി ആ കാട്ടൂരില്ലത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് പമ്പാ നദി വഴി ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെ തിരുവോണ ദിവസം പുലർച്ചെ ഈ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ആ വഞ്ചിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ തോന്നില്ലേ, വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. മങ്ങാട്ട് മനോഹരത്തിനപ്പുറത്തേക്ക് ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം, അതോടൊപ്പം തന്നെ ആ ഒരു അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ ഓണത്തിന് ഗോകുലം ഉണ്ടായിരുന്നു. ആ ഒരു വരവ് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു പ്രൗഢി. അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത്. തീർച്ചയായിട്ടും പുലർച്ചെയാണ്, തിരുവോണ ദിവസം പുലർച്ചെയാണ് വരുന്നത്. ഇത് മറ്റ് പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ആ കിഴക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ക്ഷേത്രക്കടവിലേക്ക് അടുക്കുന്നത്. ആ കാഴ്ച കാണാൻ തന്നെ വളരെ ഭംഗിയാണ്, ദീപോജ്വലമായിട്ട്. ആ സമയത്ത് പമ്പാ നദിയുടെ ഇരു കരകളിലും ഇവിടെ താമസിക്കുന്ന നിവാസികൾ അവര് ദീപാലങ്കാരമൊക്കെ ചെയ്തുകൊണ്ട് ആ തിരുവോണത്തോണിയെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. പമ്പാ നദിയുടെ 2 കരകളിലും ദീപങ്ങളൊക്കെ കത്തിച്ചു വെച്ച് അതിന് നടുവിലൂടെയാണ് ഈ തിരുവോണത്തോണി ഇങ്ങനെ ആ ക്ഷേത്രക്കടവിലേക്ക് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ സമയത്തും ഇത്തരത്തിൽ വഞ്ചിപ്പാട്ടും അതോടൊപ്പം തന്നെ ഹരിനാമ കീർത്തനം ആ വിളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അന്തരീക്ഷം സദാ ഒരു ഭക്തി നിർഭരമായിട്ടുള്ളൊരു അത് തന്നെയാണ്. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ നമ്മൾ ഓരോ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ, ആ ഓരോ വിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ എത്ര എങ്ങനെയൊക്കെയാണ് ഇതിനെ നിർവചിക്കാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഈ ചടങ്ങുകൾ, ഈ ആചാരങ്ങൾ, ആ പാരമ്പര്യത്തിൻ്റെ പ്രൗഢി എങ്ങനെയൊക്കെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. വാക്കുകൾ വിവരിക്കുന്നതിനൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. വാക്കുകൾ വിവരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു നാടിൻ്റെ ഒരു സംസ്കാരം, പൈതൃകം, അത് തന്നെയല്ലേ ഈ ആറന്മുളയെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും സവിശേഷമായ കാര്യം. തീർച്ചയായിട്ടും ഈ ആചാരങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും വൈവിധ്യത തന്നെയാണ് ഈ ആറന്മുളയെ അത്രത്തോളം മഹത്വപൂർണ്ണമാക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ തിരുവോണത്തോണിയിൽ എത്തിക്കുന്ന വിഭവങ്ങൾ അതുപയോഗിച്ചുകൊണ്ട് തിരുവാറന്മുളയപ്പൻ അന്നത്തെ ദിവസം സദ്യ ഉണ്ടാക്കുന്നു. അതിനുശേഷം ആ മങ്ങാട്ട് ഭട്ടതിരിപാടി ഭഗവാന് മുന്നിൽ പ്രാർത്ഥിക്കും ഈ സദ്യ ഉണ്ടതിന് ശേഷം. അതിനുശേഷം ഈ സദ്യയ്ക്ക് വേണ്ടി വരുന്ന ചെലവിന് കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക പണക്കിഴിയായിട്ട് മങ്ങാട്ട് ഭട്ടതിരിക്ക് ക്ഷേത്രം തിരികെ നൽകും. ആ തുക പണക്കിഴി ഏറ്റുവാങ്ങി ക്ഷേത്ര ഭണ്ഡാരത്തിൽ തന്നെ അദ്ദേഹം നിക്ഷേപിച്ചതിന് ശേഷം ഭഗവാനെ തൊഴുത് തിരികെ മങ്ങാട്ടില്ലത്തേക്ക് യാത്രയാകുന്നതോടു കൂടിയിട്ടാണ് ഈ തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ പരിസമാപ്തിയാകുന്നത്. പക്ഷെ അതിനുശേഷം ഈ അകമ്പടി സേവിച്ച പള്ളിയോടങ്ങളെ ആളുകൾക്ക് കൂടുതൽ സമയം കാണണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായതോടുകൂടിയാണ് ഇതൊരു ജലക്രീഡയായിട്ട് അല്ലെങ്കിൽ ഒരു ജലമേളയായിട്ട് പിൽക്കാലത്ത് പരിണമിക്കുകയും ഉത്രട്ടാതി നാളിൽ ഇത്തരത്തിലൊരു വലിയ ജലമേള 52 കരകളിലെ പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ മത്സര വള്ളംകളി എന്നുള്ള രൂപത്തിൽ ജലമേളയായിട്ട് ക്രമീകരിക്കുകയും ഒക്കെ തന്നെ ഉണ്ടായത്. അങ്ങനെ വലിയ വിപുലമായിട്ടുള്ള ഓണാഘോഷം തന്നെയാണ് ഈ ആറന്മുളയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്നത്തോടുകൂടി ആറന്മുളക്കാരുടെ യഥാർത്ഥ ഓണം ഇന്ന് എന്ന് പറയാം. തീർച്ചയായിട്ടും അത് തന്നെ ഒരു വലിയ ആഘോഷം, 52 കരക്കാരുടെ ഒരു വലിയ ആഘോഷം. എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്തായാലും ഗൗതത്തിലേക്ക് പോകാം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കൊക്കെ തന്നെ ഇനി പോവുകയാണ്. ഇനി ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ശിവേലിയാണ്. ശിവേലിയുടെ ചടങ്ങുകൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് അല്പസമയത്തിനുള്ളിൽ പോകാം. ഗൗതം, തിരുവോണത്തോണിയുടെ വിശേഷങ്ങളാണ് അരുൺ കൊടുങ്ങൂരും അതുപോലെ തന്നെ
നമ്മുടെ ഗോകുൽ രമേശും പങ്കുവച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക, ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് ഇത്രയും വൈഡ് കവറേജ് കൊടുക്കുന്ന മറ്റൊരു മലയാളം ചാനലും ഇല്ല എന്ന കാര്യം കൂടി. അതായത് ക്ഷേത്ര ആചാരവും ഐതിഹ്യവും ഒക്കെ ഇണങ്ങി കൂട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു ജലോത്സവമാണ് ഇത്. നേരത്തെ ഗൗതം പറഞ്ഞതാണ്, ഇത് മത്സരത്തിനല്ലായിരുന്നു ഇവിടെ പ്രാധാന്യം. ഇവിടെ ജലോത്സവവും അതേപോലെ തന്നെ തിരുവോണത്തോണിക്ക് വരുന്ന അകമ്പടിയും ഒക്കെ ആയിരുന്നു പ്രാധാന്യം. ജലോത്സവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ വള്ളങ്ങളും ഒന്നിച്ച് നീങ്ങുന്ന ആ ഒരു കാഴ്ചയാണ്. പിന്നീട് മത്സര സ്വഭാവത്തിലേക്ക് എല്ലാവരും കാണാൻ വരുന്നു. എങ്കിലും ഒരു മത്സരമാകാം എന്നുള്ള തരത്തിലാണ് അത് മത്സരത്തിലേക്ക് വന്നത്. 1972 മുതലാണ്. മന്നൻ ട്രോഫിയാണ്, മന്നത്ത് പത്മനാഭന്റെ പേരിലുള്ള വളരെ മനോഹരമായ ട്രോഫിയാണ് ഒന്നാം സമ്മാനക്കാർക്ക്. മികച്ച രീതിയിൽ തുഴഞ്ഞു വരുന്നവർക്ക് ആർ ശങ്കറിന്റെ പുരസ്കാരവും കൊടുക്കുന്നു. 2 നവോത്ഥാന നായകന്മാർ. കേരളത്തിലെ ഹൈന്ദവ ഏകീകരണത്തിന് നവോത്ഥാനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത 2 മഹാരഥന്മാരാണ് മന്നവും ആർ ശങ്കറും. അവരുടെ പേരിലുള്ള 2 ട്രോഫികളാണ് ഇവിടെ ജലോത്സവത്തിൽ വിജയിക്കുന്ന പള്ളിയോടങ്ങൾക്ക് ഓരോ വർഷവും നൽകുന്നത്. വീണ്ടും ആറന്മുളയുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജലമാമാങ്കം ഇന്നിപ്പോൾ ഈ കാണുന്ന പമ്പാ നദിയിൽ നടക്കാൻ പോകുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പള്ളിയോട സേവാ സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഈ മഹത്തായ ജലമേളയെ മുന്നോട്ട് നയിക്കുന്ന നിരവധി വ്യക്തികൾ ചേരുകയാണ്. BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഗോകുമാർ ചേട്ടനുണ്ട്. അതെ, അദ്ദേഹം പള്ളിയോടത്തെ സംബന്ധിച്ച ഭാരവാഹിത്വം പറയുന്നതാണ് നല്ലത്. ഇവിടെ രാഷ്ട്രീയത്തിന് പ്രാധാന്യം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പള്ളിയോട വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ലോകത്തിലെ തന്നെ ഏറ്റവും പൈതൃകം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ജലമേളയാണ് നമ്മുടെ ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നെഹ്റു ട്രോഫിക്ക് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ഇത് നമ്മുടെ പൈതൃകവും സംസ്കാരവുമാണ്. ഇവിടെ പങ്കെടുക്കുന്ന അത് കരക്കാരാണ്, ടീമല്ല. അപ്പോൾ 52 കരക്കാരാണ്. ഒരു കാലത്ത് പള്ളിയോടം ഇത് സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ വന്ന സമയത്ത് വളരെ ചുരുങ്ങി 28 കരകളായിട്ട് മാറി. അത് വീണ്ടും ആ പള്ളിയോട സേവാ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓരോ വർഷവും കൂടി ഇപ്പോൾ 52 കരയിലും പള്ളിയോടമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് വലിയൊരു ആവേശത്തിൻ്റെ ഭാഗമാണ്. എല്ലാ കരകൾക്കും പള്ളിയോടം, ആറന്മുളയുമായി ബന്ധപ്പെട്ട എല്ലാ കരകൾക്കും ഏതാണ്ട് ഒരു 90% കരകൾക്കും പള്ളിയോടങ്ങളായിരിക്കും. ആ പള്ളിയോടങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, തിരുവാറന്മുളയപ്പൻ്റെ അന്നം, ആ നേദിക്കാനുള്ള അന്നം, ആ നേദ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആ വിഭവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയോടം കരക്കാർ പള്ളിയോടം എന്ന സങ്കല്പത്തിലേക്ക് വന്നത്. അപ്പോൾ അത്രയും ആചാരവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ കായിക മാമാങ്കം അല്ലേ ഇത് ആചാരമാണ്, നമ്മുടെ പൈതൃകമാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ജലമേളയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണികൾക്കാണ് മത്സരം. പള്ളിയോടങ്ങളെ സംബന്ധിച്ച് അവർക്ക് തമ്മിൽ ഒരു മത്സരവും ഇല്ല. ഇത് കരക്കാരുടെ സൗഹൃദവും ഈ നാടിൻ്റെ ഉത്സവമാണ്. ആറന്മുളയെ സംബന്ധിച്ച് ഉത്രട്ടാതിയാണ് ഇവിടുത്തെ തിരുവോണം എന്ന് പറയാം. ഓണം എന്ന് പറഞ്ഞാൽ ഉത്രട്ടാതിയാണ്. അത്രത്തോളം ആവേശകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇവിടെ എല്ലാ കരക്കാരും. കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ പള്ളിയോടങ്ങളും ഇവിടെ എത്തും. ഇപ്പോൾ തന്നെ എല്ലാ പള്ളിയോടങ്ങളും ഇവിടെ ഉണ്ട്, കരക്കാരും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നമ്മുടെ പൈതൃകമാണ്, സംസ്കാരമാണ്. ഇത് ഉത്രട്ടാതി വള്ളംകളി ഇല്ലാതെ ഈ നാടിനൊരു ഓണം ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ഘട്ടത്തിൽ ചേട്ടൻ സൂചിപ്പിച്ചതൊരു 28 കരകളായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ അഭിമാനം തോന്നും. പള്ളിയോടങ്ങളുടെ എല്ലാം കൂമ്പിലും അവരത്തും ഒക്കെ വളരെ ചെറുപ്പക്കാരിരിക്കുകയാണ്. അത് പള്ളിയോട സേവാ സംഘത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഞാൻ പറയില്ല, മത്സര വള്ളംകളി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഭക്തജനങ്ങളാണ് വള്ളത്തിൽ കയറുന്നത്. അല്ല, ഭക്തിയില്ലാത്തവന് കയറാൻ പറ്റിയ ഒരു സംവിധാനം അല്ല നമ്മുടെ പള്ളിയോടം. അത് പള്ളിയോടം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണൻ, ഇവിടെ നമുക്കറിയാം ആറന്മുള വള്ളസദ്യയുടെ പ്രാധാന്യം അറിയാം. ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം ഈ പള്ളിയോടത്തിലുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്ന വിഭവങ്ങളൊക്കെ വഴിപാടുകാരൻ കൊടുക്കുന്നത്. അല്ലാതെ വള്ളയോടത്തിൽ വരുന്ന ആളിനെ കണ്ടിട്ടല്ല. ആരാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ അമ്പലപ്പുഴയിലെ സങ്കല്പം അതാണ്, നാടകശാല സദ്യയൊക്കെ. അപ്പോൾ അത്രയും ആ ഭഗവാൻ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്ന വിഭവമൊക്കെ കൊടുക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തിയോടെ അവരത് കൊടുക്കുകയും അവർക്ക് അനുഗ്രഹം ഉണ്ടാവുകയാണ്. എല്ലാ വർഷവും ഒരു വർഷം വള്ളസദ്യ നടത്തുന്ന ആൾ വീണ്ടും നടത്തുകയാണ്. കാരണം അവർക്ക് പരിപാടികാരുടെ എണ്ണം കൂടി വരികയാണ്. അവർക്ക് ഫലസിദ്ധിയുണ്ട്. അവർ നടത്തുമ്പോൾ അവർ പറയുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയാണ് ഭഗവാൻ. അപ്പോൾ അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ഈ മറ്റൊരു കാര്യം കൂടി, സർക്കാർ ഓരോ വർഷവും മന്ത്രിമാർ ഇവിടെ വരുമ്പോൾ പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റിനെ സംബന്ധിച്ച് പല ആവശ്യങ്ങൾ എല്ലാ കാലത്തും പറയുന്നു. അവർ പറയുന്നു ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഈ സർക്കാർ
സർക്കാർ ഇതിനെയൊക്കെ സഹായിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ പരാതിയുണ്ട്. കാരണം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒരു 18 വള്ളമാണ് ഇപ്പം അല്ലെ 18, എനിക്ക് തോന്നുന്നു 18ഓളം ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവിടെ 52 ചുണ്ടൻ വള്ളങ്ങളാണ്. അതേ തടിയും അതേ പണിക്കാരും ഒക്കെയാണ് ഇതും പണിയുന്നത്. ഈ 52 വള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഇത്രയും വലിയ ജലമേളയ്ക്ക് സർക്കാർ കൊടുക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള 5 ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയാണ് ഗ്രാന്റ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു 2-3 കോടി രൂപയെങ്കിലും ഇല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. അല്ലല്ല, ഇപ്പൊ 70-75 ലക്ഷം രൂപയോളം ഒരു എ ബാച്ച് വള്ളം വേണമെങ്കിൽ പറയും. ഇപ്പൊ എ ബാച്ചും ബി ബാച്ചും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിപ്പത്തിൽ ഇച്ചിരി ചെറുതാണെങ്കിലും 1 കോടി രൂപയിൽ അടുത്ത് കരയ്ക്ക് ചെലവാണ്. പിന്നെ അധ്വാനം, ആ കരയുടെ പിന്നെ അതിനകത്തുള്ള അർപ്പണം എല്ലാം അതിലൊക്കെ വലിയ ചെലവാണ്. പക്ഷേ സർക്കാരുകൾ സഹായിക്കുന്നില്ല. നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റ് തന്നിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലേക്ക് നമ്മൾ ഒരു കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ വഴി പിന്നെ പള്ളിയോട സേവാ സംഘം നമുക്കിവിടെ കേന്ദ്ര ഗവൺമെന്റിന് നല്ലൊരു സഹായം. അതായത് ഇപ്പോൾ ഇവിടെ പവലിയനില്ല, നമുക്കൊരു സ്ഥിരമായ ഒരു പവലിയൻ സംവിധാനം പോലും ഇല്ല. വള്ളംകളി കാണാനുള്ള സംവിധാനം ഇല്ല. ഇവിടെ വെള്ളമില്ല. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം റേസ് കമ്മിറ്റി കൺവീനർ ശ്രീ പേരട്ട അജിയാർ നായരാണിത്. ഇവിടെ വെള്ളം കളിക്കാൻ വെള്ളമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ സജ്ജീകരണം ചെയ്ത് വെള്ളമില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു റബ്ബർ ഡാം പോലെ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് പോലെ എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് അനിവാര്യമാണ്. അത് കേരള സർക്കാരിനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് സഹായിക്കേണ്ടത്. ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിരിക്കുകയാണ്. കാരണം നെഹ്റു ട്രോഫിക്ക് കൊടുക്കുന്ന സഹായം പോലും വർഷാവർഷം നമുക്ക് തരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഇത്രയും കൂടുതൽ കരക്കാർ, മറ്റേത് ടീമാണ്, ടീം സ്പോൺസറുണ്ട്, കാര്യങ്ങളുണ്ട്. അത് മോശമാണെന്നല്ല പറഞ്ഞത്, എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ കരക്കാരാണ്. ആ കര പിന്നെ ഇത് ചെയ്യുമ്പോൾ ആ കരയെന്ന് പറയുമ്പോൾ ഒരു അർപ്പണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു സമൂഹമാണ് ഇത് ഏറ്റെടുത്ത് ചെയ്തത്. അപ്പോൾ ആ സമൂഹത്തിന് അത് കൊടുക്കാൻ സംവിധാനമില്ല. നെഹ്റു ട്രോഫിയെ സഹായിക്കണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ആറന്മുളയും സഹായിക്കണം, അത് അനിവാര്യമാണ്. വള്ളത്തിന്റെ എണ്ണം പോകുമ്പോൾ കൂടുതൽ സഹായം ഇവിടെയാണ് കിട്ടേണ്ടത്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. റേസ് കമ്മിറ്റിയുടെ കൺവീനർ അജിയാർ നായർ കൂടി നമുക്കൊപ്പം ശരിയാണ്. ചേട്ടാ, ഈ കഴിഞ്ഞ വർഷം മുതൽ മത്സരത്തിന്റെ രീതിയിൽ ചില മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ടല്ലോ, വേഗത്തിൽ തുഴഞ്ഞെത്തുന്നു എന്നൊരു നിലയിലേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ആറന്മുളയിൽ കൊണ്ടുവന്നത്? അത് നേരത്തെയുള്ള സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന അപാകതകൾ ഉണ്ടെന്ന് പള്ളിയോടക്കരകൾ പറഞ്ഞ് വിഷയമുണ്ടാകുന്ന കാരണത്താൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞ വർഷം ഒരു 100% വിജയമൊന്നും അല്ലെങ്കിലും 80% വിജയമായിരുന്നു. ഈ വർഷം അത് കൂടുതൽ വിജയത്തിലേക്ക് എത്തുവാൻ കരക്കാരെ കൂടെ ഉൾപ്പെടുത്തി കരയിൽ നിന്നും കരനാഥന്മാരെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കൂടെ മാനിച്ച് പടിഞ്ഞാറു നിന്നുള്ള തുഴച്ചിൽക്കാരെ ഒഴിവാക്കുവാൻ പള്ളിയോട സേവാ സംഘം പള്ളിയോട കരകളോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരമുള്ള സമ്മതപത്രം മേടിച്ചുകൊണ്ട് കരക്കാരെ ഒഴിവാക്കാം എന്ന് പടിഞ്ഞാറൻ തുഴച്ചിൽക്കാരെ ഒഴിവാക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതേപോലെ ഇടിത്താളം, വിസിലടി, പടിഞ്ഞാറൻ മേഖലയെ കാണുന്ന വൈക്കത്തപ്പ, കൊച്ചച്ച എന്നുള്ള അങ്ങനെയുള്ള ആ പോരുവിളി മാതിരിയുള്ള ഇത് ഒഴിവാക്കിക്കൊണ്ട് ആറന്മുളയുടെ ശൈലിയിൽ തന്നെയുള്ള തെയ്ത്തോം തെയ്ത്തേ താളത്തിൽ തന്നെ എന്നുള്ള താളത്തിൽ തന്നെ മത്സര വള്ളങ്ങളിൽ പങ്കെടുത്തു പോരണമെന്നാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആ നിർദ്ദേശം പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ ഇത്. അല്ലാത്ത പക്ഷം അങ്ങനെ പള്ളിയോട സേവാ സംഘത്തിന്റെ നിയമാവലി അനുസരിക്കാതെയുള്ള പള്ളിയോടമാണെങ്കിൽ ആ പള്ളിയോടത്തെ ആദ്യത്തെ ഹീറ്റ്സ് കഴിയുമ്പോൾ തന്നെ പുറത്താക്കാനുള്ള മുന്നിലത്തെ വർഷം ഭയങ്കര വർഷങ്ങളായിരുന്നു. ട്രാക്ക് തെറ്റിച്ചു പോകുക. ഈ കഴിഞ്ഞ വർഷം അങ്ങനെ ട്രാക്ക് തെറ്റ് സംവിധാനം നടക്കാതെ അങ്ങനെ കുഴപ്പമായിട്ടൊന്നും വന്നില്ല. 2023 നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനമില്ലായിരുന്നു. അത് നമ്മള് പള്ളിയോടെ ഭാരവാഹികൾ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് കൊടുക്കുന്ന രീതിയായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ മാറുവാൻ വേണ്ടി ഇത് കൂടുതൽ ലോകോത്തരമാക്കി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അലങ്കോലമാകുന്ന രീതിയിലേക്ക് മുൻപോട്ട് വന്നാൽ ഈ ജലമേളയെ ബാധിക്കുമെന്ന് കണ്ടിട്ടാണ് ഇതുപോലെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതെ ഗൗതം, നമുക്ക് പള്ളിയോട സേവാ സംഘത്തിന്റെ മുൻ ഭാരവാഹിയും അതേപോലെ തന്നെ മേലുകര പള്ളിയോടം, മാലക്കര പള്ളിയോടത്തിന്റെ പ്രധാനപ്പെട്ട ആ പള്ളിയോടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകൻ കൂടിയായ രതീഷ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. മാലക്കര പള്ളിയോടത്തിന്റെ പ്രത്യേകത 1936 2 പള്ളിയോടം ഉണ്ടായിരുന്ന കര. അതെ അതെ, 2 പള്ളിയോടം ഒരു കരയ്ക്കുണ്ടായിരുന്നു അല്ലേ? 1936 2 പള്ളിയോടം ഉണ്ടായിരുന്ന കരയാണ് മാലക്കര. ഏറ്റവും പ്രധാനപ്പെട്ട 2 പള്ളിയോടങ്ങൾ പോയി നേരത്തെ ഗോവൻജി സൂചിപ്പിച്ചതുപോലെ 28ലേക്ക് എണ്ണം ചുരുങ്ങിയപ്പോൾ ഈ 2 പള്ളിയോടങ്ങൾ ഇല്ലാതായ കരയും കൂടിയാണ് മാലക്കര. അതിനുശേഷം നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ് 94 ഈ പറഞ്ഞ പള്ളിയോടം നമുക്ക് വരുന്നത്. ഇത്തവണത്തെ ജലോത്സവം ഈ വെള്ളത്തിന്റെ കുറവുണ്ട്, ഇതൊക്കെ ഒരു പ്രശ്നമായി വരുമോ? ഇല്ലല്ലോ, ജലത്തിന്റെ കുറവ് പ്രശ്നമായി വരാൻ സാധ്യതയില്ല. കാരണം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലെ ഏറെക്കുറെ എല്ലാ ഡാമുകളും നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തുറന്നുവിടാൻ അധികാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ തുറന്നു വിടണം, കൃത്യമായ സമയത്ത് തുറന്നു വിട്ടാൽ 2 മണിയോട് വെള്ളം എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ടത് ആറന്മുള ഉത്രട്ടാതി ജലമേള ആറന്മുള ക്ഷേത്രത്തിലെ ആട്ടവിശേഷത്തിന്റെ ഭാഗമാണ്. അത് ക്ഷേത്ര ചടങ്ങാണ്. ഇന്ന് ക്ഷേത്രത്തിൽ ധാരാളം ചടങ്ങുകൾ ഇതുകൂടാണ്. ഇന്നത്തെ ശീവേലി വിശേഷമായിട്ട് നടത്താണ്, ആനപ്പുറത്താണ്. വൈകിട്ട് വിശേഷാൽ ഗരുഡമാനത്തിലാണ് വൈകിട്ടത്തെ ശീവേലിക്ക് എഴുതുന്നത്. അപ്പം ക്ഷേത്രത്തിലെ ആട്ടവിശേഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ വിശ്വനാഥനായ ഭഗവാനെ വിശ്വസിച്ചതാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് വെള്ളം ഉണ്ടാവും. എന്തായാലും മാലക്കര മുമ്പ് മന്നൻ ട്രോഫി മുത്തമിട്ടിട്ടുള്ള പള്ളിയോടം തന്നെയാണ്. എന്തായാലും ഈ തവണ മികച്ച പെർഫോമൻസ് നടത്താൻ കഴിയും. വളരെ സന്തോഷം. ഇവിടെ രതീഷ് സാർ പറഞ്ഞ പോലെ ഗൗതം, നമ്മൾ കാണുന്ന പല ആഘോഷങ്ങൾക്ക് പിന്നിലും വലിയ ആചാരവും ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകളും ഒക്കെ തന്നെ. ഈ അത്തം ഘോഷയാത്ര തന്നെ നോക്കിയാൽ അത് അവിടുത്തെ വാമന ക്ഷേത്രത്തിലെ ചടങ്ങാണ്. അത് നമ്മുടെ നാട് ജനത ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ജലോത്സവവും നമ്മുടെ ക്ഷേത്രത്തിലെ ആട്ടവിശേഷമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ആറന്മുള നിൽക്കുമ്പോൾ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, ആറന്മുളയിൽ മാത്രമാണ് അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ജലമേള തുടർന്നു പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ചമ്പക്കുളം മൂലം വള്ളംകളി, കേരളത്തിൽ വള്ളംകളി തുടങ്ങുന്നത് ഈ മിഥുനമാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന കർക്കിടകത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന വള്ളംകളി. പക്ഷെ ആ വള്ളംകളിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളി. പക്ഷെ ഇപ്പോൾ ആ വള്ളംകളി പൂർണ്ണമായും അതൊരു ക്ഷേത്രാചാരം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പായിപ്പാട് വള്ളംകളി അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ അത് പൂർണ്ണമായും ക്ഷേത്ര രീതിയിലല്ല ഇപ്പോൾ അത് പോകുന്നത്. അതിന് മറ്റു ചില രീതിയിലേക്ക് അത് മാറി. പക്ഷെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ കരക്കാരെ നമ്മൾ വാനോളം പുകഴ്ത്തണം. അവരിപ്പോഴും അത് ആ ചിട്ടവട്ടങ്ങൾ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് തന്നെ. തൃശ്ശൂർ പൂരം പോലെ തന്നെ ചിട്ടവട്ടങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്തുക, അത് കൃത്യമായി അതിന്റെ നിഷ്ഠകളോടെ. ഈ നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ പൂരവും അങ്ങനെയാണല്ലോ, വടക്കുന്നാഥ ക്ഷേത്ര സന്നിധി നടക്കുന്ന വലിയ ആചാരമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും അണുവിട പോലും വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന വലിയ ജലോത്സവം തന്നെയാണ് ഉത്രട്ടാതി നാളിൽ ഈ പമ്പയുടെ ഈ ഓളങ്ങളിൽ നടക്കുന്നത്. ഗൗതം, പമ്പയാറ്റിൽ ജലപൂരമാണ്. ഐതിഹ്യവും ആചാരവും ആഘോഷവും ഒത്തുചേരുന്ന ജലഘോഷയാത്രയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമാണ് ഇന്ന്. ആവേശക്കാഴ്ചകളും വിശേഷങ്ങളുമായി പമ്പയാറ്റിൻ തീരത്ത് ഗൗതമും വിനോദും തയ്യാറാണ്. ഒപ്പം നമ്മുടെ റിപ്പോർട്ടേഴ്സ് അരുൺ കൊടുങ്ങൂർ, ഗോകുൽ രമേശ്, സുധീഷ് ഗോപാൽ, മിഥുൻ മുരളി എന്നിവരും ഉണ്ട് ആറന്മുളയിലേക്ക്. രാഖി, ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകുന്നത് ആറന്മുളയുടെ വിശേഷങ്ങൾ തന്നെയാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയാണ് ഈ പമ്പാ തീരത്ത് നടക്കുന്നത്. മറ്റ് നിരവധി ജലമേളകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. മറ്റ് ജലകായിക ഇനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ഇത്രയധികം ജനങ്ങൾ പങ്കെടുക്കുന്നതും ഇത്രയധികം പള്ളിയോടങ്ങൾ അല്ലെങ്കിൽ വള്ളങ്ങൾ പങ്കെടുക്കുന്നതുമായ മറ്റൊരു ജലമേള നമുക്ക് ലോകത്ത് മറ്റെങ്ങും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആറന്മുള എന്ന ഐതിഹ്യവും ആവേശവും ഒരുപോലെ വരുന്ന ഒരു ജലമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ പള്ളിയോട സേവാ സംഘത്തിന്റെ രണ്ട് പ്രതിനിധികൾ നമുക്കൊപ്പം ഈ പമ്പാ തീരത്ത് ചേരുകയാണ്. മനീഷയുടെ കൃഷ്ണകുമാരുടെ രണ്ടുപേർക്കും സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകത്ത് വേറെങ്ങും കാണാൻ കഴിയാത്ത ഒന്നാണ്. മാത്രമല്ല ഒരുപാട് ജലമേളകൾ ഉണ്ടെങ്കിലും ഇത്രത്തോളം വിപുലമായ ഒന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പം ഈ തവണ, കഴിഞ്ഞ തവണ 2 തവണയായിട്ട് ഈ തുഴച്ചിലിന്റെ ശൈലിയും അതോടൊപ്പം തന്നെ ഈ വേഗത്തിൽ തുഴഞ്ഞെത്തുന്ന പള്ളിയോടങ്ങളെ ഫൈനലിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടല്ലോ. എല്ലാ ജനം ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായ ആശംസകൾ. നമ്മളെ സംബന്ധിച്ചിട്ട് ആറന്മുള പള്ളിയോടം എന്ന് പറഞ്ഞത് ആവേശത്തിൻ്റെ മാത്രം ഒന്നല്ല. താങ്കൾ പറഞ്ഞ പോലെ ആചാര അനുഷ്ഠാനം കൂടെ ചേർക്കുക. അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ക്ഷേത്ര ഭഗവത് സങ്കല്പത്തിലുള്ള പള്ളിയോടമാണ്. അപ്പോൾ ആ പള്ളിയോടം അതുകൊണ്ടാണ് അത് സ്ത്രീകൾ ഇതായി പാടില്ല, ചെരുപ്പിട്ട് കയറല്, പിലയുണ്ടെങ്കിൽ കയറി, എങ്ങനെയാണോ ക്ഷേത്രത്തെ കാണുന്നത് അതേ രീതിയിലാണ് ഈ പള്ളിയോടത്തെ കാണുന്നത്. ഇത് ഭഗവത് സങ്കല്പമാണ്. അപ്പോൾ ഇത് ഭഗവത് സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ തലമുതിർന്ന ആൾക്കാർ പാരമ്പര്യമായി കൈവറന്നു തന്ന ഒരു അനുഷ്ഠാന കർമ്മങ്ങളും ഒന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയ്ക്ക് ആ ഒരു അനുഷ്ഠാനാചാരത്തോട് അത്ര ഇതില്ലാതെ വരാൻ അതിനെ സമന്വയിപ്പിച്ച് അതിൽ സ്വല്പം ആവേശം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കഴിഞ്ഞ് ജലഘോഷയാത്രയാണ് ഇവിടുത്തെ പ്രധാനമായ ചടങ്ങ്. അതായത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഭഗവാന്റെ വെച്ചുപാട്ടൊക്കെ പാടി മേളിലേക്ക് പോകുന്ന ഈ ചെറിയ പമ്പാ നദിയിൽ 52 പള്ളിയോടങ്ങൾ അണിഞ്ഞൊരുങ്ങി കിടക്കുമ്പോൾ, നിങ്ങളൊക്കെ വർഷങ്ങളായി കാണുന്നവരാണ്, കിടക്കുമ്പോൾ ആ മനോഹരമായ ദൃശ്യം, അത് കഴിയുമ്പോൾ സ്വല്പം ഒരു ആവേശ കരകൾ തമ്മിലുള്ള മത്സരമാണോ ആണ് എന്നാൽ അല്ലയോ അല്ല എന്ന രീതിയിൽ തന്നെ ഇടയ്ക്ക് അങ്ങനെ ഒരു കൈവിട്ടു പോയി. ഇടയ്ക്ക് ഇത് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ബോട്ട് ക്ലബ്ബ് കയറി തുഴഞ്ഞ് ട്രോഫി മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അത് കർശനമായി പള്ളിയോട സംഘം തടഞ്ഞു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ കൊണ്ടുവരുന്നവരെ നമ്മളിതിൽ പരിഗണിക്കത്തേ ഇല്ലെന്നായി. കഴിഞ്ഞ വർഷം അത് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ പരിഗണിച്ചു. അതിന് മുമ്പത്തെ കുറേ വർഷങ്ങൾ നിങ്ങൾക്കറിയാം,
ട്രോഫികൾ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. ജയിച്ച ട്രോഫികൾ ഇത് കൂലിക്കാരാണെന്ന് പറഞ്ഞ് തിരിച്ചു മേടിച്ച് എടുക്കുന്നവർ വരെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നെഹ്റു ട്രോഫിയിലെ സ്റ്റിൽ സ്റ്റാർട്ട്, ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് പ്രശ്നം, സ്റ്റാർട്ടിങ് പിടിച്ചെടുക്കാൻ. അപ്പം നമ്മൾ ആലോചിച്ച സ്റ്റിൽ സ്റ്റാർട്ടിങ്, ആ സ്റ്റിൽ സ്റ്റാർട്ടിങ് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കാര്യങ്ങൾ വിടാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അത് കമ്പ്യൂട്ടറിലുള്ള ദൃശ്യം രേഖപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കൂലിക്കാരില്ലാതെ കുറഞ്ഞ സമയത്തിനുള്ള രീതിയിൽ എടുക്കുവാനും അങ്ങനെ ട്രോഫി കൊടുക്കുവാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 2.5 മാസക്കാലമായി ചെറുപ്പക്കാര് ആ ശൈലിയിൽ ഇവിടെ തുഴഞ്ഞ് പരിശീലിക്കുന്നുണ്ട്. അപ്പൊ ആ പരിശീലനത്തിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ആരും അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരാതെ കരക്കാർ തന്നെ തുഴഞ്ഞ് കരയിലെ ആവേശമായി മത്സരബുദ്ധിയോടുകൂടിയുള്ള ഒരു കരകൾ തമ്മിലുള്ള നാളെയും കാണേണ്ടതാണെന്നുള്ള രീതിയിലുള്ള ഒരു മത്സരബുദ്ധിയോടുകൂടി ഇപ്രാവശ്യം മന്നൻ ട്രോഫി മേടിക്കുവാൻ ചെറുപ്പക്കാർ നല്ലപോലെ തയ്യാറെടുത്ത ഒരു ജലമേളയും കൂടിയാണ് 2025 പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ. ചേട്ടാ, ഒപ്പം ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയാണെന്നിരിക്കെ പക്ഷെ ഇതിന് കേരളത്തിലെ സർക്കാരിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ആ പ്രാധാന്യം ഇതിന് കിട്ടുന്നുണ്ടോ? കാരണം ഈ പള്ളിയോടങ്ങൾക്കൊക്കെ ഒരു നെഹ്റു ട്രോഫിയിലൊക്കെ പോകുന്ന ചുണ്ടൻ വള്ളങ്ങൾക്ക് കിട്ടുന്ന പരിഗണന എന്തായാലും പള്ളിയോടങ്ങൾക്കില്ല എന്നതൊരു വസ്തുതയല്ല. അല്ല, അതൊരു വസ്തുതയാണ്. അതൊരു വസ്തുത മാത്രമല്ല, അത് സത്യമാണ്. കാരണം സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരിൽ ഇതിനെ വേണ്ടത്ര പരിപോഷിപ്പിക്കുന്നുണ്ടാവും. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു പെർമനന്റ് ഗാലറി വേണമെന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളിലെ പഴക്കമുണ്ട്. ഇപ്പൊ നിങ്ങൾ അതെ, ഇവിടെ ഒരു ഇത് വേണമെന്നും പെർമനന്റ് ആയിട്ട് എല്ലാ വർഷവും നടക്കുന്നതാണ്. ഇത് നമ്മുടെ എത്രയോ പതിറ്റാണ്ടുകൾ ഇനിയും മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഇതൊരു ഗവൺമെന്റ് റെസ്റ്റ് ഹൗസ് കൂടെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കാൻ കഴിയേണ്ടതാണ്. അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. എത്രയോ വർഷക്കാലമായി പറയുന്നതാണ്. ഇപ്രാവശ്യം എന്തോ തുക അനുവദിച്ചിട്ടുണ്ടെന്ന്, പക്ഷേ നടപ്പിലായാലേ നടപ്പിലാകും എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മണല് വരാത്തത് കൊണ്ടും അല്ലെ ആഴം കുറവായതുകൊണ്ടും ഓരോ വർഷത്തെ ജലാശയത്തിലൂടെ വെള്ളം കടന്നു വരുമ്പോൾ അഴുക്കുകൾ വന്ന് അടിയുന്നുണ്ട്, കുറ്റികളാകുന്നുണ്ട്. ഇത് നീക്കം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു വാട്ടർ സ്റ്റേഡിയം നമ്മുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. അത് നടപ്പിലാകുന്നില്ല. അതുപോലെ തന്നെ വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഒരു പ്രത്യേക ഷെൽട്ടർ ഇതിന്റെ താഴെ ആ പാലത്തിനോട് ചേർന്ന് വെക്കണമെന്നുണ്ട്, അതും നടന്നിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് വെള്ളത്തിന്റെ ആശങ്കയുണ്ട്, വെള്ളം കൂടിപ്പോകുന്ന ആശങ്കയുണ്ട്, നമുക്ക് ഇരിപ്പിടത്തിന്റെ ആശങ്കയുണ്ട്, കര ഇടിഞ്ഞു പോകുന്ന ആശങ്കയുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ആചാരം അനുഷ്ഠാനമായ ഈ താങ്കൾ പറഞ്ഞ പോലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജലമാമാങ്കത്തിന് നമ്മളിവിടെ വേദിയാകുന്നെന്നുള്ളതാണ്. മനീഷേട്ടാ, കഴിഞ്ഞ കുറേ നാളുകളായി ജലമേളയുടെ പുറകെയാണെന്നറിയാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടില്ലേ? ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇത് ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇതിൻ്റെ കാര്യപരിപാടികൾ തുടങ്ങാൻ സമയമുള്ളൂ. ആറന്മുളയെ സംബന്ധിച്ചിട്ട് ഇത് ഏറ്റവും വലിയൊരു ആഘോഷം ഉള്ള ഒരു ദിവസമാണിത്. തിരുവോണത്തിന് പോലും ഇത്ര ആഘോഷമില്ല. ആറന്മുളയിലേക്ക് എല്ലാ വീടുകളിലും അതിഥികളെത്തുകയും ഈ 2 കരകൾ ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളുന്ന 2 കരകളിലും കാണികളെ കൊണ്ട് നിറയുന്നതും എല്ലാ തരത്തിലും ആഘോഷിക്കുന്ന ആറന്മുളയുടെ ഒരു ആഘോഷ ദിവസം ഇന്നാണ്. അത് ഇന്ന് തുടങ്ങിയ എല്ലാ കാലങ്ങളായുള്ള ഒരു രീതിയാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ മത്സര ആവേശം തന്നെയല്ല, മത്സരമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ദൃശ്യഭംഗിയാണ്. കരിനാഗങ്ങൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ കരിനാഗങ്ങളെ പോലെ ആ പള്ളിയോടങ്ങളുടെ രൂപഘടന, അത് തുഴയുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു ദൃശ്യഭംഗി, ഇതൊക്കെയാണ് ആചാരം, പാരമ്പര്യം, അതിൻ്റെ തനിമ. ഈ ക്ഷേത്രത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ 52 കരകൾ വ്യാപിച്ച് കിടക്കുന്ന അത്രയും വലിയൊരു ക്ഷേത്ര സങ്കേതമാണ് തിരുവാറന്മുള. അപ്പോൾ എന്തുകൊണ്ടും മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത അത്രയും പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഭംഗിയും ഈ നടത്തിപ്പിലെ ഭംഗിയും ഒക്കെ വളരെ മികച്ചതാണെങ്കിലും ഇപ്പോൾ കൃഷ്ണമാറിയേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് അപര്യാപ്തതകൾ നമ്മൾ നേരിടുന്നുണ്ട്. ഒന്നാമത് ഇതൊരു ഇപ്പോൾ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തിയെന്ന് പറയുന്ന ഇവിടുത്തെ പെർമനന്റ് പവലിയൻ, അങ്ങനത്തെ ചില കുറവുകളുമുണ്ട്. ഇതൊക്കെ അധികാരികൾ കാണേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇത് ലോകോത്തര ശ്രദ്ധയിലേക്ക് ഇതിൽ കൂടുതൽ വളരേണ്ടതാണ്. ഒരുപക്ഷെ നെഹ്റു ട്രോഫിയേക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് ആൾക്കാർ സ്വീകരിക്കേണ്ട പരിഗണിക്കേണ്ട ഒരു തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ഇതൊരു വിസ്മയമാണ്. മറ്റുള്ളതൊരു മത്സരാവേശം മാത്രമാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് ഒരു വിസ്മയമാണ്.
ഒരു വേറൊരു കാഴ്ച അനുഭവമാണ് ഇവിടെ കിട്ടുന്നത്. അതെ, ഈ പമ്പാ നദിയെ സംബന്ധിച്ച് നേരത്തെ കൃഷ്ണമാരേട്ടൻ പറഞ്ഞ പോലെ പമ്പാ നദിയെ സംബന്ധിച്ച് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ആചാരത്തിന്റെ ഭാഗമാണ്. പമ്പ ശബരിമലയുമായി ബന്ധപ്പെട്ട പമ്പാ നദി അവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പമ്പയുടെ നദിക്കരകളിലെല്ലാം എത്രയോ ക്ഷേത്രങ്ങൾ, എത്രയോ ആചാരങ്ങൾ, എത്രയോ അനുഷ്ഠാനങ്ങൾ, എത്രയോ സാംസ്കാരിക സമ്മേളനങ്ങൾ. ഇപ്പോൾ ചെറുകോൽപ്പുഴയായാലും മാരാമണ്ണായാലും ഒക്കെ പമ്പാ നദിക്കരയിലാണ്. അപ്പം നദിയുടെ ഒരു സംരക്ഷണവും ഈ ഇതുമായി ബന്ധപ്പെട്ട വലിയ സന്ദേശം തന്നെയല്ലേ? നദിയുടെ സംരക്ഷണമാണ് ഏറ്റവും വലുത്. കാരണം ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ക്ഷേത്രങ്ങൾ ഓരോ പള്ളിയോടത്തിനും ആ കരയിൽ ക്ഷേത്രങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അത് സൂചിപ്പിക്കുന്നത്. ഈ കരയില്, അതായത് എടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള കരകളിലാണ്, ഈ 2 ജില്ലയിലാണ്. ഇവിടെ ഈ കര ഏറ്റവും കൂടുതൽ പമ്പാ നദി ഒഴുകുന്നതും ഇത്രയും സ്ഥലത്താണ്. അപ്പൊ ഈ സ്ഥലത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പള്ളിയോടങ്ങളെല്ലാം വഹിക്കുന്നത്. ഓരോ പള്ളിയോടത്തിനും കരയിലെ ക്ഷേത്രമുണ്ട്, ദേശദേവനുണ്ട്. ആ ക്ഷേത്രവും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഒരു കാര്യം മുമ്പേ പറയാൻ വിട്ടുപോയത് കൂടെ പറയാം. ഈ പള്ളിയോടങ്ങൾ, അദ്ദേഹം ചോദിച്ചു ഒരു പള്ളിയോടങ്ങളുടെ ചെലവത്തിനാണ്. ഒരു പള്ളിയോടം ഈ ഇറക്കി പെട്ടെന്ന് എന്തെങ്കിലും, ഇപ്പൊ അയിരൂർ പള്ളിയോടം കഴിഞ്ഞ അവിടുത്തെ പെരുച്ചാലിലെ വിഷയത്തിനൊന്നും ഒടിഞ്ഞു. പെട്ടെന്ന് അവർക്ക് നിൽക്കാൻ അവർ വരുന്ന ആ ആദി ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, അല്ലെ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ റാന്നി, ഇപ്പം പങ്കെടുക്കാത്ത റാന്നി പള്ളിയോടം 2018 വെള്ളപ്പൊക്കത്തിൽ ഒടിഞ്ഞു പോയതാണ്. അത് പിന്നെ വേറൊരു കരയിൽ നിന്ന് മേടിച്ചിട്ട് ആ വർഷം ഞങ്ങൾ കൊടുത്ത പള്ളിയോടം വന്നിട്ടാണ് അവിടെ കളിച്ചത്. ഇപ്രാവശ്യം അവർക്ക് ഇറങ്ങാൻ പറ്റാത്തതിൽ വേദനയോടുകൂടി ആ കരയിരിക്കുകയാണ്. അല്ല, കാലപ്പഴക്കം കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അത് പണിയണമെങ്കിൽ 60 ലക്ഷം രൂപയോളം ആവും. ഈ ഒരു 60 ലക്ഷം രൂപ ഒരു കര, ഒരു ചെറിയ ഏതാണ്ട് ഒരു 100-150-200 വീട്ടുകാർ മാത്രം അത് കണ്ടെത്തി പണിയാന്നില്ല. അവിടെയാണ് ഇദ്ദേഹം മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതിന് ഈ സാംസ്കാരിക തനിമ, ഇതൊരു സാംസ്കാരിക തനിമയാണ്. ഇതിനെ നിലനിർത്തുവാനും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് പരിപോഷിപ്പിക്കാനും സർക്കാരുകൾക്ക് കഴിയുന്നില്ല, അതിനുള്ള ഫണ്ടുകൾ കഴിയുന്നില്ല. ഇതിനെ ഇത് കേരളത്തിന് മാത്രമല്ല, ഇത് നമ്മുടെ പാരമ്പര്യമായ തനിമയാണ്. ഈ തനിമയെ നിലനിർത്തി കൊണ്ടുപോകാനും പമ്പയെ സംരക്ഷിക്കാനും പമ്പയുടെ കരകളെ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പല കരകളും പള്ളിയോടങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ പോലും ഇടിഞ്ഞു പോയിട്ടുണ്ട്. പള്ളിയോടങ്ങൾ സൂക്ഷിക്കുക. അപ്പം അത് സംരക്ഷിക്കാനും ഒക്കെ ഒരു തയ്യാറെടുപ്പ് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ സാംസ്കാരിക ഇതിനെ താഴോട്ട് പോകും. പണ്ട് ഇത്രയും വള്ളമില്ല, പണ്ട് വള്ളം ഇപ്പം കൂടി 52 കൊല്ലമായി. ആ 52 പള്ളിയോടങ്ങളെ സംരക്ഷിച്ചു പോകാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് പള്ളിയോട സേവാ സംഘം എടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ വള്ളസദ്യയിൽ നിന്നും അല്ലാതെ കിട്ടുന്ന ഗ്രാൻഡിൽ നിന്നും ഒക്കെ നമ്മളൊരു 2-2.5 ലക്ഷം രൂപ വരെ ഒരു കരകൾക്ക് ഒരു വർഷം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അത് തുച്ഛമാണെന്നറിയാം. മറ്റ് ഗ്രാൻഡുകളൊക്കെ സർക്കാരിൻ്റെ വിവിധ പഞ്ചായത്ത് ബ്ലോക്കൊക്കെ കൊടുക്കും. പക്ഷെ അതൊന്നും നമ്മളെ സംബന്ധിച്ച് മതിയാവുന്നില്ല. നിങ്ങൾ നെഹ്റു ട്രോഫിക്ക് ഇപ്പോൾ എത്ര കോടികളാണ് കൊടുക്കുന്നത്. അപ്പം അതൊരു ആവേശമാണ്, ഇതൊരു അനുഷ്ഠാനവും ആചാരവുമാണ്. ഈ വ്യത്യാസം കണ്ടെത്തിക്കൊണ്ട് ഈ പാരമ്പര്യമായ സംസ്കാരത്തെ പിടിച്ചു നിർത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നമുക്ക്. എന്തായാലും രണ്ടുപേർക്കും വളരെ തിരക്കുണ്ട്. ഇത്രയും വലിയ ഒരു ജലമേളം നിയന്ത്രിക്കുന്നവരാണ്. മാത്രമല്ല രണ്ടുപേർക്ക് സ്വന്തം കരയിൽ നിന്നുള്ള പള്ളിയോടങ്ങളുണ്ട്. അപ്പോൾ വളരെ ഇത്രയും തിരക്കുള്ള സമയത്ത് ഞങ്ങൾക്കൊപ്പം ഈ പമ്പാ തീരത്ത് ഇത്രയും സമയം ചെലവഴിച്ചതിന് രണ്ടുപേർക്കും വളരെ വളരെ നന്ദി. അതെ, ഇവിടെ പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹികൾ ഗൗതം പറഞ്ഞ പോലെ തന്നെ അവർ പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹികളാണ്. അതേപോലെ തന്നെ അവർക്ക് സ്വന്തം നാട്ടിൽ സ്വന്തമായ പള്ളിയോടങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അതിലും അവർ കൃത്യമായ നേതൃപരമായ പങ്കുവഹിക്കണം. സമയമില്ലാത്ത ഒരു ദിവസമാണ്. ഉത്രട്ടാതിയെ സംബന്ധിച്ച് നമ്മൾ പലതവണ പറഞ്ഞതാണ്, ആറന്മുളക്കാരുടെ തിരുവോണം ഉത്രട്ടാതിയാണ് അല്ലേ? വാർത്തയൊക്കെ മറന്നുപോയി. ആറന്മുള വള്ളംകളി വന്നപ്പോൾ മറ്റു വാർത്ത മറന്നുപോയില്ല. അതിലേക്ക് നമ്മൾ വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളൂ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. പക്ഷെ നമ്മൾ ഈ ആറന്മുളയുടെ ആവേശത്തിൽ ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ മറന്നുപോയി എന്നത് തന്നെയാണ് വസ്തുത. നമുക്ക് ഡൽഹിയിലേക്കൊന്ന് പോയാലോ. ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ വോട്ട് രേഖപ്പെടുത്താം. നമുക്കറിയാം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നന്ദൻ, ഈ വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ആകാംക്ഷയുടെ ഒരു ഘടകം പോലുമില്ല. കാരണം NDA സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലും രാജ്യസഭയിലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ്. എങ്കിൽ പോലും ഒരു വോട്ടെടുപ്പ് എന്ന നിലയിൽ മറ്റ് കക്ഷികൾ, ഒരുപക്ഷെ NDAക്ക് പുറത്തുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ ഏതെങ്കിലും എംപിമാർ കൂടി ഈ NDAയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത എത്രത്തോളമാണ് നന്ദൻ?
ഗൗതം, ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 6 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. ഏതാണ്ട് 7 മണിയാകുമ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആദ്യ വോട്ട് ചെയ്യുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. പിന്നീട് എൻ ഡി എ എം പിമാർ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ സംഘത്തിനും ഓരോ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചുമതല നൽകിയിട്ടുണ്ട്. അങ്ങനെ എം പിമാർ സംഘങ്ങളായി എത്തിയായിരിക്കും വോട്ട് ചെയ്യുക. എൻ ഡി എയുടെ ഇതുമായി ബന്ധപ്പെട്ട് ബൂത്ത് ഏജന്റിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് ഷിൻഡെയാണ് ബൂത്ത് ഏജന്റായി ഇപ്പോൾ എൻ ഡി എ നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് ഷിൻഡെ കൂടാതെ തന്നെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും റാം മോഹൻ നായിഡുവും എന്നിവർ ഈ പോളിംഗ് ഏജന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കും. രാവിലെ 10 മണിക്ക് തന്നെ ആരംഭിക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗൗതം സൂചിപ്പിച്ചപ്പോൾ തന്നെ യാതൊരുവിധ ആകാംക്ഷകളുമില്ല. ആകെ ഉണ്ടായിരിക്കുന്ന ഒരു ആകാംക്ഷ എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പ് എത്താൻ പോവുകയാണ്. പടിവാതിക്കൽ എത്തി നിൽക്കെ ഏതെങ്കിലും തരത്തിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് രഹസ്യ ബാലറ്റിലുള്ള വോട്ടെടുപ്പാണ്, വിപ്പില്ല. അതുകൊണ്ട് തന്നെ എം പിമാർക്ക് ആർക്ക് വേണേലും വോട്ട് ചെയ്യാൻ കഴിയും. ആർക്കാണ് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്തത് എന്നുള്ളത് കാര്യം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നുമുള്ള ഏതെങ്കിലും എം പിമാർ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വോട്ട് ചെയ്യുമോ എന്നുള്ള ആശങ്ക യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സഖ്യത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായാൽ, അതായത് അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പ്രതിപക്ഷ വോട്ടുകൾ അതിൽ കുറവ് വന്നാൽ സ്വാഭാവികമായും അത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് ബീഹാറിൽ മറ്റൊരു ചിത്രം നൽകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഖ്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഭൂരിപക്ഷം നിലവിലുണ്ട്. അതായത് 781 എം പിമാർക്കാണ് ഇലക്ട്രൽ കോളേജ് പ്രകാരം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുക. അതിൽ ബിജു ജനതാദളിൻ്റെയും അതേപോലെ തന്നെ BRSൻ്റെയും ശിരോമണി അകാലിദളിൻ്റെയും എം പിമാർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ളത് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 12 എം പിമാരാകും ഇതിൽ നിന്നും വിട്ടുനിൽക്കുക. അങ്ങനെ 769 എം പിമാർക്കാകും വോട്ടവകാശമുള്ളുക. 385 എന്നുള്ള ഒരു മാജിക് ഫിഗർ കടക്കുന്ന ആർക്കാണേലും അവർക്ക് വിജയം സുനിശ്ചിതമാണ്. സ്വാഭാവികമായും ആ ഒരു ഫിഗർ കടക്കുവാൻ നിലവിലെ രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗബലം വെച്ച് NDAക്ക് മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലിപ്പോൾ ഉള്ള കണക്കുകൂട്ടൽ പ്രകാരം ഏതാണ്ട് NDAക്ക് 425 എം പിമാരുടെ വോട്ടുകൾ അല്ലെങ്കിൽ 425 എം പിമാരുണ്ട്. ആ വോട്ടുകൾ കൃത്യമായി CP രാധാകൃഷ്ണൻ ലഭിക്കും. ഇതിന് പുറമെയാണ് YSR കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ YSR കോൺഗ്രസ് അവരുടെ പിന്തുണ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും എം പിമാർ വോട്ട് ചെയ്യുവാനുള്ള സാധ്യത, ഒപ്പം തന്നെ സ്വതന്ത്ര എം പിമാരുണ്ട്, അവരും CP രാധാകൃഷ്ണന് വോട്ട് ചെയ്യുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ഏതായാലും മുൻപ് ജഗദീപ് ധൻഖറിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം ലഭിക്കില്ലെങ്കിൽ കൂടിയും ഉറപ്പായും CP രാധാകൃഷ്ണൻ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കും. വൈകുന്നേരം 7 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഗൗതം. മണിയോടുകൂടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. നിർണായകമായിട്ടുള്ള ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. CP രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ അടുത്ത ഉപരാഷ്ട്രപതിയാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം BJPക്കും NDAയ്ക്കും ലോക്സഭയിലും രാജ്യസഭയിലും കേവലമായ ഭൂരിപക്ഷമുണ്ട്. അതിനാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതിലുപരി അവിടെ മറ്റെന്തെങ്കിലും ഒരു അത്ഭുതം ഡൽഹിയിൽ നടക്കുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് S നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനോദ്, നമുക്ക് തിരിച്ച് ആറന്മുളയിലെ വിശേഷങ്ങളിലേക്ക് വരാം. അതിൽ മിഥുൻ മുരളി ഇപ്പോൾ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം 146 വർഷം പഴക്കമുള്ള ഒരു പള്ളിയോടം നമ്മുടെ ഒരു സ്കൂളിൻ്റെ മുന്നിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് 146 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഈ വള്ളംകളി എന്നാണ് തുടങ്ങിയത് എന്നതിനെപ്പറ്റി കൃത്യമായ ചരിത്ര രേഖകളില്ല. ബാക്കി വള്ളംകളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പോൾ നെഹ്റു ട്രോഫിയെ സംബന്ധിച്ച് 1952 തുടങ്ങിയതാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് വളരെ പഴക്കമുണ്ട്. ഏതാണ്ട് 1548 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ മത്സര വള്ളംകളിയും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നാണ് ഈ ജലമേള എന്ന് തുടങ്ങി എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു രേഖകളില്ല. അപ്പോൾ ഈ പഴക്കം ചെന്ന പള്ളിയോടം അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ആ കരക്കാരുടെ താല്പര്യം, ആ സ്കൂളിന് എന്താണ് ഇത്രത്തോളം ഈ പള്ളിയോടം ഇങ്ങനെ സൂക്ഷിക്കാനുള്ള കാരണം, ഇക്കാര്യങ്ങളെല്ലാം മിഥുൻ മുരളി അവിടെ നിന്ന് നൽകും. മിഥുൻ, ആറന്മുള
മിഥുനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന ഒരു ദിവസമാണ്. കാരണം ജനം ടിവിയുടെ പത്തനംതിട്ട റിപ്പോർട്ടർ കൂടിയാണ് മിഥുൻ മുരളി. കഴിഞ്ഞ കുറേ നാളുകളായി പത്തനംതിട്ടയിലെ എല്ലാ വാർത്തകളും ജനത്തിന്റെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നത് മിഥുനാണ്. ഒപ്പം ഈ വള്ളംകളിയുടെ പഴക്കം കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണല്ലോ മിഥുൻ നിൽക്കുന്ന സ്ഥലത്ത് ആ കാണുന്ന പള്ളിയോടം. പറയൂ മിഥുൻ. മിഥുൻ നിൽക്കുന്ന സ്കൂളിന് മുന്നിലായി ഒരു പള്ളിയോടം സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 146 വർഷം പഴക്കമുള്ള ഒരു പള്ളിയോടമാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പവിത്രമായ ഈ ജലമേളയുടെ പഴക്കവും അതിൻ്റെ പെരുമയും എടുത്തു കാണിക്കുന്നതല്ലേ മിഥുൻ്റെ തൊട്ടടുത്തായി സൂക്ഷിച്ചിട്ടുള്ള പള്ളിയോടം? പള്ളിക്കൂടത്തിൽ പള്ളിയോടം. അതെ അതെ. ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ആറന്മുളയുടെ വള്ള പാരമ്പര്യം, പള്ളിയോടങ്ങളുടെ പാരമ്പര്യം, അതൊക്കെ എത്രത്തോളം പഴമയുള്ളതാണ്, നൂറ്റാണ്ടുകളുടെ പഴക്കം, ചരിത്രം എല്ലാം ഇതിന് അവകാശപ്പെടുന്നത് എത്രത്തോളം സമ്പന്നമാണ് എന്നത് വ്യക്തമാക്കുന്നതാണ് ഞാൻ നിൽക്കുന്ന ഈ ഉമയാറ്റിൻകര പള്ളിയോടം. അതിൻ്റെ പ്രൗഢി, അതിൻ്റെ കാലപ്പഴക്കം എല്ലാം. ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് ഈ പള്ളിയോടം സൂക്ഷിച്ചിരിക്കുന്നത്. 146 വർഷത്തെ പഴക്കമാണ് ഈ പള്ളിയോടത്തിനുള്ളത്. ഉമയാറ്റിൻകര ദേശത്തിൻ്റെതാണ് ഈ പള്ളിയോടം. സാധാരണ പുതിയ പള്ളിയോടം തയ്യാറായി കഴിയുമ്പോൾ പഴയ പള്ളിയോടം ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ദഹിപ്പിച്ച് മാറ്റുകയാണ് പതിവ്. ഈ പള്ളിയോടത്തിലുള്ള പഴയ പള്ളിയോടം ആചാരപരമായി തന്നെ സാധാരണഗതിയിൽ പതിവ്. പക്ഷേ ഈ ആറന്മുള ദേശത്തിന്റെ ചരിത്രം, പ്രാധാന്യം, ഭക്തി, വിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം പുതുതലമുറയിലേക്ക് കൂടി എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് ഈ സ്കൂളിൽ തന്നെ, ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിനോട് ചേർന്ന ഭാഗത്ത് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. പുതിയ തലമുറയിലേക്ക് ഈ ആറന്മുളയുടെ പൈതൃകം എത്തിക്കുക, ആറന്മുള ദേശത്തിന്റെ പൈതൃകം, ആറന്മുള ക്ഷേത്രത്തിന്റെ ആ ഭക്തിയുടെ വിശ്വാസത്തിന്റെ നൂറ്റാണ്ടുകളുടെ ചരിത്രം എല്ലാം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് ഈ പള്ളിയോടം സൂക്ഷിക്കുന്നത്. ഉമയാറ്റിൻകര ദേശം തന്നെയാണ് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന് ഈ പള്ളിയോടം കൈമാറുകയും അതിന്റെ പ്രൗഢി അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും 146 വർഷം പഴക്കമുള്ള പള്ളിയോടമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, പ്രേക്ഷകർ കാണുന്നത് എന്ന് ഓർക്കണം. അതിന്റെ പ്രൗഢി, അതിന്റെ ഭംഗി, അതിന്റെ ആ മാറ്റ് എല്ലാം ആ തനിമയോട് കൂടി തന്നെ ഈ നൂറ്റാണ്ടുകൾക്കിപ്പുറവും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നത് പറയുന്നത് തന്നെ വലിയ ദൈവചൈതന്യം ഈ പള്ളിയോടത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒന്നായി മാറുകയാണ്. അങ്ങനെ തന്നെ അത് സൂക്ഷിക്കുന്നു. ഈ ചരിത്രവും ഈ പ്രാധാന്യവും പൈതൃകവും എല്ലാം ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾ, ഈ ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിലെ കുട്ടികൾ, മറ്റ് ആറന്മുളയുടെ വിവിധ ദേശങ്ങളിലെ കുഞ്ഞുങ്ങൾ, മുതിർന്ന ആളുകൾ, അവരിൽ നിന്നെല്ലാം ഇത് പുതിയ തലമുറയിലേക്ക് കൈമാറപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായി മാറുകയാണ്. ദേവചൈതന്യമാണ് ഈ പള്ളിയോടങ്ങളിൽ എല്ലാം ഉള്ളത്. പള്ളിയോടത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ദേവചൈതന്യത്തിന്റെ വിവിധ ഭാവങ്ങളുണ്ട്. അതെല്ലാം പുതിയ പള്ളിയോടങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ പള്ളിയോടങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന ആ സമയം പുതിയ പള്ളിയോടത്തിലേക്ക് ആവാഹിച്ച് മാറ്റുകയാണ് പതിവ്. പഴയ പള്ളിയോടം ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം ദഹിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഈ പള്ളിയോടം ചരിത്രത്തിന്റെ ഭാഗമായി 146 വർഷത്തെ ആ ചരിത്രം പുതിയ തലമുറയിലേക്ക് വിളിച്ചോതിക്കൊണ്ട് ഇവിടെ തന്നെ അങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈ പള്ളിയോടത്തിന്റെ നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് ഉണ്ട്. എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ ഉത്രട്ടാതി ജലമേള ആരംഭിച്ചതാണ്. ഈ ദേശത്തിന്റെ ഉത്സവമായി ഇവിടെ ഉണ്ട് എന്നതിൻ്റെ എല്ലാം തെളിവായി ഈ ആറന്മുള ദേശത്ത് ഈ ഉമയാറ്റിൻകരയുടെ 146 വർഷം പഴക്കമുള്ള നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ സംഘാടകൻ നേതൃത്വത്തിലുള്ള അജയ് നായർ വെല്ലുവിഴത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഒരു വലിയ തെളിവാണ്, എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രം ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കുണ്ട്, ആറന്മുള പള്ളിയോടങ്ങൾക്കുണ്ട് എന്നതിന്റെ തെളിവിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ആ തെളിവിന്റെ മുൻപിലാണ്. എങ്ങനെയാണ് ഇത് പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ, ഒപ്പം ഈ പള്ളിയോടത്തിന്റെ ചരിത്രം?
തീർച്ചയായിട്ടും ഇതൊരു 15 നൂറ്റാണ്ടിലപ്പുറം, കാര്യം കൃത്യമായി അതിൻ്റെ കാലം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി 15 നൂറ്റാണ്ടിനപ്പുറമായിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പള്ളിയോടം എന്ന് പറയുന്നതിന് ഇപ്പോൾ വിശദമായി നമുക്ക് എല്ലാം ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഈ പള്ളിയോടത്തിന് 146 വർഷം പഴക്കമുണ്ട്. ഉമിയാറ്റുകര പള്ളിയോടം അവർ പുതിയത് വാങ്ങിച്ചപ്പോൾ അത് നമുക്ക് സ്കൂളിലേക്ക് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന് അവർ കൈമാറുകയും ഇതിനെ സംരക്ഷിക്കപ്പെടുകയാണ്. കുമ്മനം രാജശേഖരൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ചെയർമാനായിട്ടുള്ള ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇത് സുരക്ഷിതമാക്കുകയും അടുത്ത തലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളടക്കം ഇവിടെ വന്ന് ഈ പള്ളിയോടം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, അത്ര പൈതൃകം ഉറങ്ങുന്ന ഒരു മണ്ണാണ് നമ്മുടെ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും കൂടി വരും തലമുറയ്ക്ക് ഇത് വലിയ ഉപകാരപ്രദമാകുന്നതിന് യാതൊരു സംശയമില്ല. ഇത് ഇങ്ങനെയല്ല വെക്കുക, ഇത് വലിയൊരു മ്യൂസിയം ആക്കി ആ മ്യൂസിയത്തിൽ വെക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ഉണ്ടാകും. ഓരോ ഭാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തി അത് ഡീറ്റെയിലായിട്ട് അവർക്ക് പഠിക്കാൻ, അതായത് PhDക്കൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പഠിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇത് വെക്കുക. ഈ 146 ഇതാണ് ഏറ്റവും പഴക്കം ചെന്ന വള്ളം ഇന്നുള്ളത്. അപ്പം അത് ഈ വള്ളത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ 2-3 ഭാഗങ്ങൾ. ഒന്ന് നമുക്ക് അണിയമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇത് അഷ്ടദിക് പാലകന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ദേവസങ്കല്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റുമറ, ഇതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത് കാറ്റുമറയാണ്. അത് 64 അതായത് കലകളെ 64 കലകളെയാണ് ഈ ഭാഗം ഇത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വള്ളം എന്ന് പറയുമ്പോൾ 82 ആൾക്കാർ നമുക്ക് തുഴയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും പുറകിൽ കാണുന്ന അമരമാണ്. അമരത്ത് 4 പേര് അമരത്ത് നിൽക്കും. അത് ചതുർവേദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നവഗ്രഹങ്ങളുടെ ചെറിയ കുമിളകൾ ആ ബാക്ക് സൈഡിൽ, അത് നമ്മുടെ നവഗ്രഹങ്ങളെ സങ്കല്പിച്ചിട്ടാണ്. അപ്പം പൂർണ്ണമായിട്ട് ഇതൊരു ദേവസങ്കല്പവും ദേവനെ പുതിയ വള്ളം പണിയുമ്പോൾ, പുതിയതായിട്ട് ഏതെങ്കിലും കരക്കാർ പണിയുമ്പോഴാണ് തന്നെ ഭഗവാനെ ആവാഹിച്ച് ഭഗവാന്റെ ഈ ശരീരത്തിലേക്ക് ജീവനെ കൊടുക്കുകയും അങ്ങനെ ആ ദേവസങ്കല്പത്തിൽ ഒരു നാടിനെ മൊത്തത്തിൽ, ഒരു പ്രദേശത്തെ മൊത്തത്തിൽ ഒന്നാക്കുന്ന, നാം ഒന്നാണെന്നുള്ള, ഇപ്പം ഓണമാണല്ലോ, ആ ഒന്നാണെന്നുള്ള മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ജാതിയുമില്ല മതവുമില്ല കള്ളത്തരങ്ങളും പൊളിവചനങ്ങളും ഒന്നുമില്ലാത്ത, രോഗപീഠകളൊന്നുമില്ലാത്ത ഒരു കാലം, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയുടെ. എത്ര വർഷം മുൻപാണ് ഉമിയാറ്റുകര പള്ളിയോട ദേശം ഇത് ഹെറിറ്റേജ് ട്രസ്റ്റിന് കൈമാറിയത്? ഇത് 2016-17 ഞങ്ങൾക്കിത് കൈമാറുന്നത്. അവിടുന്ന് ഞങ്ങളിത് തുഴഞ്ഞുകൊണ്ട് ഇവിടെ സത്രക്കടവിൽ എത്തുകയും സത്രക്കടവിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം ഇത് റോഡിൽ കൂടെ പനമ്പട്ടയിട്ട് റോഡിൽ കൂടെ 10-600 ആൾക്കാരുടെ ആർപ്പവിളിയോടുകൂടി വെള്ളത്തിൽ കൂടെ സാധാരണ തുഴഞ്ഞു വരുന്നത് കേട്ടില്ല. നമ്മളിത് കരയ്ക്കൂടെ ആ പട്ടയിട്ടിട്ട് പനമ്പട്ടയിട്ടിട്ട് ഇതിനെ വളരെ ഘോഷയാത്രയായിട്ടാണ് ഇത് യാതൊരു കേടുപാടും കൂടാതെ ഇതിവിടെ എത്തിച്ചതും ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങ് സൂചിപ്പിച്ചു ഈ പള്ളിയോടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദേവസങ്കല്പങ്ങളുണ്ട്. അപ്പോൾ പുതിയ പള്ളിയോടം നിർമ്മിക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണോ ആ പള്ളിയോടത്തിൻ്റെ നിർമ്മാണം ഉണ്ടാവുക? എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ? എന്തായിരിക്കും പുതിയ പള്ളിയോടം? ഇപ്പോൾ പല ദേശങ്ങളും പുതിയ പള്ളിയോടങ്ങൾ നിർമ്മിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന സവിശേഷതകൾ എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും? അതായത് ഈ ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പള്ളിയോടത്തിന് ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. കാര്യം ഇവിടെ മാത്രമേ ഉള്ളൂ പള്ളിയോടം, മറ്റുള്ളത്തെ പള്ളിയോടം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിലാണ് ചരിത്രവും ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ സംസ്കാര സമ്പന്നതയൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു ദേശത്തിൻ്റെ ഉത്സവം കൂടിയാണിത്. അതായത് നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക വിളവെടുപ്പിൻ്റെ ആ കാർഷിക വൃത്തിയിലൂടെ ജീവിച്ചിരുന്ന സംസ്കാര സമ്പന്നരായ ഒരു വിഭാഗം ജനങ്ങൾ ജീവിച്ചിരുന്നിടത്തു നിന്ന് ആ ഭഗവാന് തിരുവോണത്തോണിയിൽ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പള്ളിയോടം ഉത്ഭവിക്കുന്നത്. 146 വർഷം മുൻപുണ്ടായിരുന്ന ഉമിയാറ്റുകര പള്ളിയോടത്തിൻ്റെ മറ്റൊരു ഭാവമായിരിക്കും പുതിയ പള്ളിയോടം നിർമ്മിച്ചപ്പോൾ ഉണ്ടാവുക. എല്ലാ ദേശങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ടാവില്ല. നീളത്തിന് കുറച്ച് വ്യത്യാസം വരുത്താതെ, അതായത് 82 പേർക്ക് ഇരിക്കാവുന്ന 100 ചില്ലുവാനും പേർക്ക് ഇരിക്കാവുന്ന കുറച്ച് നീളത്തിൽ വ്യത്യാസം വന്നതിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്കൊന്നും യാതൊരു മാറ്റമുണ്ട്. ഈ കാറ്റുമറ, അമരം, ഇതിൻ്റെ കൂമ്പ്, ഇവിടുന്ന് യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. നവഗ്രഹങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, നവഗ്രഹങ്ങളുടെയും ദിക്പാലകന്മാരുടെയും 64 കലകളും ചതുർവേദങ്ങളും ഇതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. അത് അടിസ്ഥാനമായിട്ട് ആചാര അനുഷ്ഠാന വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണിത്.
ഭക്തർക്ക് ഇരിക്കാവുന്നതിലുള്ള എണ്ണത്തിൽ ചിലപ്പോൾ വർധനവ് മാത്രം ഉണ്ടാവും. എണ്ണത്തിൽ വർധനം വരുന്നതിൻ്റെ അനുസരിച്ച് എ ബാച്ച് ബി ബാച്ച് എന്ന് 2 തരം പള്ളിയോടമാണ് ഉള്ളത്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. അതിന് മാറ്റം ഒരിക്കലും ഉണ്ടാകും. ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠം സ്കൂൾ ഒരു ഹെറിറ്റേജ് സ്കൂളും കൂടിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ, പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. കാര്യം നമ്മളിപ്പം തൃശ്ശൂരും പാലക്കാടും ഒക്കെയാണ് സംസ്കാര കേന്ദ്രം എന്ന് പറയുമ്പോൾ ഞാനതിനെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഈ നമ്മുടെ രാമായണത്തിലടക്കം പ്രതിപാദിക്കുന്ന പമ്പാ നദീതട സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പള്ളിയോടത്തിന് വലിയ പ്രാധാന്യമുള്ളതായിട്ടും ഒരുപാട് നിരവധി കലാരൂപങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു പ്രദേശം കൂടിയാണ് ആറന്മുള. പള്ളിയോടം മാത്രം ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറന്മുള കണ്ണാടിയാണ്. അതുപോലെ കഥകളി ഗ്രാമം, പടയണി, അങ്ങനെ നിരവധി കലകൾക്ക് തുടക്കം കുറിച്ച ഒരു പ്രദേശം കൂടിയാണ് ആറന്മുള ദേശം എന്നുള്ളതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. അത് അടുത്ത തലമുറയ്ക്ക് ആറന്മുള ഹെറിറ്റേജിൻ്റെ നേതൃത്വത്തിൽ വിജയാനന്ദ വിദ്യാപീഠം സ്കൂള് വരും തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഇതൊരു ഹെറിറ്റേജ് സ്കൂള്, കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് സ്കൂളാണിത്. അതിന് ഒരുപാട് കാര്യങ്ങൾ കടമ്പകൾ കടക്കാനുണ്ട്. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ കലാരൂപങ്ങളെയും അടുത്ത തലമുറയ്ക്ക് അത് ട്രാൻസിറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ള ബോധ്യം കുമ്മനം രാജശേഖരൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതിൽ എനിക്കും ഭാഗവത്താകാനായിട്ട് സാധിച്ചു. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, നമുക്ക് വേണ്ടിയിട്ടല്ല. അപ്പം പഴയ കാലത്ത് പഴമക്കാർ നമുക്ക് കൈമാറി തന്നതിനെ അത് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്, പലതും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഉള്ളതിനെ നമ്മൾ സംരക്ഷിച്ച് അടുത്ത തലമുറയെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം എന്താണെന്നും അല്ല നമ്മുടെ നാടിൻ്റെ പൈതൃകം എന്താണെന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നുള്ളൊരു പ്രക്രിയയാണ് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വിജയാനന്ദ വിദ്യാപീഠം സ്കൂള് ചെയ്യുന്നത്. ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി അജയൻ വെല്ലുവിടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഉദ്യമമാണ് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയിലേക്ക് ഈ ആറന്മുളയുടെ, നമ്മുടെ നാടിൻ്റെ ആ വലിയ ചരിത്രം, മഹത്തായ ചരിത്രമാണത്. 146 വർഷം മുൻപുള്ള പള്ളിയോടത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുന്നത് അത്ഭുതമാണ്, ആവേശമാണ്, ഭക്തിയാണ്, വിശ്വാസമാണ്, പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു വലിയ ഉദ്യമത്തിൻ്റെ തുടർച്ച എന്നോണം ഈ ട്രസ്റ്റ് പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എന്തായാലും 146 വർഷം പഴക്കമുള്ള ഈ ആറന്മുള പള്ളിയോടം, ഉമയാറ്റിൻകരയുടെ പള്ളിയോടം, അത് ഒരു അത്ഭുതമായി തന്നെ ഇവിടെ നമുക്ക് സമീപം നിൽക്കുന്നു. അത് പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു മഹത്തായ ഭാഗ്യമായി നമ്മൾ കരുതുന്നു. എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ആറന്മുള ദേശത്തിൻ്റെ പള്ളിയോടങ്ങൾക്കും ഉത്രട്ടാതി ജലമേളയ്ക്കുമൊക്കെ ഉണ്ട് എന്നതിൻ്റെ തെളിവായി കേരളത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഉത്രട്ടാതി ജലമേള. ആറന്മുളയിലെ വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ, പള്ളിയോടങ്ങളുടെ ചരിത്രം, പാരമ്പര്യം എന്നതിൻ്റെ എല്ലാം നേർസാക്ഷ്യമായി മാറുകയാണ് ഗൗതം ഈ ഉമയാറ്റിൻകരയുടെ 146 വർഷം പഴക്കമുള്ള ഈ പള്ളിയോടം എന്നുള്ളതാണ്. വളരെ നന്ദി മിഥുൻ മുരളി. എന്തായാലും ഈ മഹത്തായ ജലമേളയുടെ പാരമ്പര്യവും ഇതിൻ്റെ പഴക്കവും അടയാളപ്പെടുത്തുന്നതാണ് ഉമയാറ്റിൻകരയുടെ പഴയ പള്ളിയോടം ആ സ്കൂളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ആ സ്കൂളിന്റെ ഭാരവാഹികളെ പ്രത്യേകം പ്രശംസിക്കുകയാണ്. 1.5 പതിറ്റാണ്ട് പഴക്കമുള്ള, അല്ല 1.5 നൂറ്റാണ്ട്, പതിറ്റാണ്ടല്ല 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു പള്ളിയോടം സംരക്ഷിച്ച് അത് വരും തലമുറയെ പരിചയപ്പെടുത്തി. എന്താണ് ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ജലോത്സവത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആറന്മുള ക്ഷേത്രവുമായി ജലോത്സവം എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതൊക്കെ പുതിയ തലമുറയാണ് പഠിപ്പിക്കേണ്ടത്. നിലവിലുള്ള ജീവിക്കുന്ന സമൂഹത്തിന് അതൊക്കെ അറിയാം. ഇനിയും വരുന്ന തലമുറയ്ക്ക് ഇത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ സ്കൂളിൽ തന്നെ ഈ പള്ളിയോടം, വലിയ ചിലവാണ് പള്ളിയോടം സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളത്. അത് പഴക്കമുള്ള പള്ളിയോടം അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ പ്രശംസിക്കുക തന്നെ വേണം ഗൗതം. അങ്ങനെ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ വിശേഷങ്ങൾ തന്നെയാണ്. വിനോദ, ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന എവിടെ? ഞാൻ ആദ്യമായിട്ട് വള്ളംകളി കാണുന്നത് എൻ്റെ അമ്മ നാട് എന്ന് പറയുന്നത് പൂവത്തൂർ പടിഞ്ഞാറാണ്. അവിടെ കുട്ടിക്കാലത്ത് ഓണാവധിക്ക് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അവിടുത്തെ വലിയ ആഘോഷം എന്ന് പറയുന്നത് ഈ വള്ളങ്ങൾ പോകുമ്പോൾ ഈ പുകയിലയും അതേപോലെ തന്നെ വെറ്റപ്പാക്കൊക്കെ വെച്ച് ആണ് നമ്മൾ യാത്രയാക്കുന്നത്. അത് വലിയ വഴിപാടാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കുഞ്ഞുനാളിൽ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഒക്കെ അടക്കം ഈ പള്ളിയോടങ്ങളെ യാത്രയാക്കാം. അതായത് ഈ ആറന്മുള കരയിലേക്ക് വള്ളത്തെ യാത്രയാക്കുന്ന വലിയ ചടങ്ങ്. അത് കൊച്ചുനാളിൽ പോയി ആ വള്ളത്തിന് എൻ്റെ കൈകൊണ്ട് പുകയില സമർപ്പിച്ച ഓർമ്മ എനിക്ക് ഇന്നും ഉണ്ട്. ആ ചടങ്ങുകളൊക്കെ ഇന്നും ഉണ്ട്. നമ്മൾ ആ നാട്ടിലൊക്കെ ചെന്നാൽ ഓരോ വള്ളങ്ങളും ഇത്തരത്തിൽ നാട്ടുകാർ വലിയ ഭക്തി ആദരപൂർവ്വം തൊഴുത് നിലവിളക്ക് കത്തിച്ച്
എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ സങ്കല്പിച്ചാണ് ഈ പള്ളിയോടങ്ങളെ യാത്രയാക്കുന്നത്. എന്തായാലും നമുക്ക് ആറന്മുള ക്ഷേത്ര സന്നിധിയിലേക്കൊന്ന് ഭാഗം അവിടെ ചില വളരെ വിശേഷപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നുവെന്ന് അരുൺ കൊടുങ്ങൂർ ഗോകുലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അരുൺ, ഗോകുൽ, അവിടെ വളരെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ എഴുന്നള്ളത്ത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനകത്ത് നടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പറയൂ. തീർച്ചയായും എഴുന്നള്ളിപ്പ് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ അവസാനിച്ചത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു. നേരെ നമ്മൾ തത്സമയ ദൃശ്യം കാണിച്ചതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പാണ് ഇനി നടക്കാനുള്ളത്. എന്തായാലും ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ സത്രക്കടവിൽ ഈ വള്ളംകളിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നതിനോട് അനുബന്ധമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വിശിഷ്ടമായുള്ള പൂജകളുണ്ട്, ചടങ്ങുകളുണ്ട്. അതും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് 2 എഴുന്നള്ളത്താണ് ഉള്ളത്. അതിലൊന്ന് ആനപ്പുറത്ത് ഭഗവാൻ പാർത്ഥസാരഥി ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പാണ്. അതാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു എഴുന്നള്ളത്ത് കൂടി ഇന്ന് നടക്കുന്നതാണ്. ഗരുഡവാഹനത്തിലുള്ള എഴുന്നള്ളിപ്പാണ്. എന്തായാലും ഇവിടുത്തെ ഭഗവാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം. അർജുനൻ പഞ്ചപാണ്ഡവരിലെ അർജുനൻ സ്ഥാപിച്ച വിരാട് രൂപം, ഭഗവാന്റെ വിരാട് രൂപമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയ്ക്കാണ് എന്തായാലും ശ്രേഷ്ഠമായിട്ടുള്ള പൂജാകർമ്മങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്ക് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്താനായിട്ട്. തീർച്ചയായും അത് തന്നെയാണ്. ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ ഒരു ദിവസം, ഇന്നത്തേക്ക് ഒരു ദിവസം ഈ ഒരു മണ്ണിലേക്ക് എത്തുക എന്നതാണ് ഈ ആറന്മുളക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമായ ഈ ഒരു ദിവസം ഇന്ന് ഇവിടേക്ക് എത്തുക എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇന്നത്തെ ദിവസം ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ആ ഒരു ചടങ്ങുകൾക്ക് സാക്ഷിയാകുക, അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ചടങ്ങിലേക്ക് കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഇനി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ, ആവേശങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ട് എന്തായാലും വേലകളി സംഘമൊക്കെ തന്നെ ഇവിടെ തയ്യാറായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറന്മുളയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകൾ തന്നെയാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരക്ക്, അത് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രം നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് പോകുന്ന ഉത്രട്ടാതി ജലമേളയ്ക്ക് മുന്നോടിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ക്ഷേത്രത്തിനകത്ത് നടക്കുകയാണ്. ഇനിയും ക്ഷേത്രത്തിൽ നിന്നും ഉള്ള ആ ദീപം അത് നമ്മൾ ഈ നിൽക്കുന്ന സത്രക്കടവിൽ കൊളുത്തുന്നതോടുകൂടി ഇവിടെ പതാക ഉയർത്തലുണ്ട് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനിയും പമ്പയുടെ തീരത്ത് ഈ സത്രക്കടവിലും മഹാക്ഷേത്രത്തിലുമായി നടക്കാൻ പോകുകയാണ്. നമുക്ക് വളരെ പെട്ടെന്നൊരു ഇടവേള എടുക്കണം. അതിനുശേഷം ഒരുപാട് വിശേഷങ്ങൾ ആറന്മുളയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കായി കാത്തുവച്ചിട്ടുണ്ട്. അങ്ങനെ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ വള്ളംകളി ഓർമ്മകൾ, എന്റെ ജലോത്സവ ഓർമ്മകളൊക്കെ പറഞ്ഞു. ഗൗതത്തിനും കാണും അതേപോലെ അല്ലേ ഓർമ്മകൾ? എന്താണെന്ന് പങ്കുവെക്കാം. വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഞാനൊരു വലിയ വള്ളംകളി പ്രേമിയാണ്. പക്ഷെ ഞാൻ ആദ്യമായി കണ്ട വള്ളംകളി ആറന്മുളയതല്ല, നെഹ്റു ട്രോഫി അല്ല, ഇനിയും ഇന്ദിരാഗാന്ധി ജലമേള അല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വള്ളംകളി കാണുന്നത് നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവി ഉണ്ടല്ലോ. അതായത് വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ ജന്മദിനത്തിന് തലേ ദിവസം അവിടെ വള്ളംകളി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അത് ഒരുപക്ഷെ അധികം ആളുകൾക്ക് അറിയില്ല. അത് അന്ന് ഞാൻ വളരെ കുഞ്ഞാണ്. എനിക്ക് തോന്നുന്നു അതൊരു 98, 99, 2000 കാലത്ത് 3 വർഷമേ നടന്നിട്ടുള്ളൂ. ഇപ്പൊ വള്ളിക്കാവിലെ അമ്മയുടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനം സാധാരണയായി സെപ്റ്റംബർ 27 അമ്മയുടെ ജന്മദിനം. സെപ്റ്റംബർ 26 അമൃതപുരി ചേട്ടൻ അറിയാമല്ലോ, ഫ്രണ്ടിൽ കായലും ബാക്കിൽ കടലിന്റെ മധ്യത്തിലാണ്. ആ കായലിൽ വലിയ വള്ളംകളി നടക്കുമായിരുന്നു. പിന്നീട് അത് നിർത്തി. അതിന് പല കാരണങ്ങൾ കാണും. അതിനെപ്പറ്റി എനിക്ക് വലിയ ബോധ്യമില്ല, എന്തുകൊണ്ടാണ് നിർത്തി എന്നതിനെ പറ്റി അറിയില്ല. പക്ഷെ ആ വള്ളംകളിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളംകളി കാണുന്നത്. അപ്പം ഈ കുട്ടനാട്ടിലെ വളരെ പ്രധാനപ്പെട്ട വള്ളങ്ങളുണ്ടല്ലോ, ചമ്പക്കുളം, കാരിച്ചാൽ, നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഈ വള്ളങ്ങൾ അതെ. അങ്ങനെ അമൃതപുരിയിൽ നടക്കുന്ന ഈ വള്ളംകളിക്കായിട്ട് ഈ പ്രമുഖ വള്ളങ്ങളൊക്കെ അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ വള്ളംകളി കാണുന്നത്. എന്തായാലും നമ്മുടെ ജനം കുടുംബത്തിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മുടെ കരയ്ക്ക് എന്തായാലും പള്ളിയോടമില്ല. നമ്മൾ മറ്റു കരയുടെ ഒക്കെ കൂടെ കൂടുക വിശ്വാസി എന്ന നിലയിൽ കൂടുകയാണ്. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണെന്ന് പറഞ്ഞ കൂടുക. പക്ഷെ നമ്മുടെ കൂടെ ഒരാള് സ്വന്തമായിട്ട് പള്ളിയോടം പള്ളിയോടത്തിൽ പോയി തുഴഞ്ഞിട്ടുള്ള വള്ളക്കാരൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ, നമ്മുടെ സ്വന്തം നിഖിലാണ്. അപ്പൊ നിഖിൽ വരും. അപ്പോൾ നിഖിലാണ്. എനിക്ക് തോന്നി പള്ളിയോടങ്ങളെല്ലാം ഇന്ന് കറപ്പണിഞ്ഞ്
എല്ലാം നല്ല കരിനാഗങ്ങളെ പോലെയാണ് പമ്പാ നദിയിൽ അങ്ങനെ കുതിക്കാൻ വേണ്ടി പാഞ്ഞ് എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു നിഖിലിന്ന് പള്ളിയോടത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കറുത്ത ഷർട്ടൊക്കെ ഇട്ട് വന്നത്. സാധാരണ പൂക്കളുള്ള ഷർട്ടാണ് ഇടുന്നത്. ഇന്ന് കറുത്ത ഷർട്ട്, അത് പള്ളിയോടത്തിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി. സാഹചര്യത്തിനനുസരിച്ച് ഷോ എല്ലാ കളറും ഉണ്ട്. അത് ആവശ്യമുണ്ടല്ലോ. പിടിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ 7 മണി തൊട്ട് ഇവിടെ അതൊക്കെ പറ്റും. തൈമറവൻകാരാക്കി ട്രോഫി കിട്ടുമോ? കിട്ടുമോ ചോദിച്ചാൽ നമുക്ക് 2 വർഷം മുമ്പ് നമ്മൾ മന്നൻ ട്രോഫി 3 വർഷം മുമ്പ് നമ്മൾ മന്നൻ ട്രോഫി നേടിയിരുന്നു. മേപ്പറം തൈമറ 2 കര. അതൊരു കരയോഗം എന്നതിലുപരി അതൊരു വേണുഗോപാലൻ പള്ളിയോട സമിതി എന്ന് പറഞ്ഞ പള്ളിയോട സമിതിയുടെ പേരിലാണ് 2 കരകൾ ചേർന്നിട്ട് രൂപീകരിച്ചൊരു പള്ളിയോട സമിതി. ബി ബാച്ച് പള്ളിയോടമാണ്. 2 കരകൾ ചേർന്ന് മേപ്പറം തൈമറോങ്കര അങ്ങനെ 2 പള്ളിയോടങ്ങൾ 2 കരകൾ ചേർന്ന് രൂപീകരിച്ച വേണുഗോപാലൻ പള്ളിയോട സമിതി എന്ന് പറഞ്ഞ പള്ളിയോട സമിതിയുടെ പേരിലാണ് പള്ളിയോടം ഉള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആറന്മുളക്കാർക്ക് ശരിക്കും ഓണം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കാൻ കേരളത്തിലെത്തും എന്ന് പറയുന്നത് പോലെയാണ് ആറന്മുളക്കാർ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കാൻ ആ ഉത്രട്ടാതി ദിവസം എന്തായാലും ആറന്മുള ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ടുള്ളൊരു ശീലമാണ് ഉത്രട്ടാതി ദിവസം ആറന്മുള എത്തുക എന്നുള്ളത്. ഒന്നെങ്കിൽ പള്ളിയോടത്തിൽ അല്ലെങ്കിൽ കരയ്ക്ക്. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വള്ളത്തിൽ തുഴച്ചിൽക്കാരനായിട്ടൊക്കെ പോയിട്ടുള്ളത്? ഏത് പ്രായത്തിൽ? അതൊന്നും പറയാമോ? അത് ചെറുപ്പകാലം മുതൽ ഇങ്ങോട്ടുണ്ട്. പക്ഷേ നമ്മുടെ പള്ളിയോടം പണ്ടുണ്ടായിരുന്നത് കാലപ്പഴക്കം മൂലം അത് നശിച്ച് കുറേ നാളായിട്ട് നമ്മൾ വള്ളപ്പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. മങ്കൊമ്പിൽ നിന്ന് നമ്മൾ പണ്ട് വാങ്ങിയൊരു പള്ളിയോടമായിരുന്നു. അങ്ങനെ കാലപ്പഴക്കം മൂലം അത് കുറേ നാളിങ്ങനെ ഇരുന്നു. കുട്ടനാട്ടിൽ നിന്ന് വാങ്ങിയാണ്. അതെ, മങ്കൊമ്പിൽ നിന്ന് വാങ്ങി ഇവിടുത്തെ ഇതിലേക്ക് മാറ്റി എടുത്തൊരു പള്ളിയോടമാണ്. ഇപ്പോഴും നമ്മൾ പള്ളിയോടം ഈ വള്ളംകളിക്ക് മുൻപായിട്ട് നമ്മൾ അവിടെ പോയി മങ്കൊമ്പിൽ പോയിട്ട് മങ്കൊമ്പ് ദേവിയുടെ അവിടെ പോകും. നമ്മൾ മന്നൻ ട്രോഫി നേടിപ്പോയി ട്രോഫിയും കൊണ്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ പോയിരുന്നു. അത് എനിക്ക് ശരിക്കും പറഞ്ഞ നിഖിലിനെ പരിചയം ജനൻ ടി വിയിൽ വരുന്നതിന് മുമ്പേ പരിചയമുണ്ട്. എവിടെ നിന്നറിയോ? അല്ല, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതാണ്. അതായത് ഇവിടെ വലിയൊരു പ്രക്ഷോഭം നടന്നില്ലേ ആറന്മുള പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കുമ്മനം രാജേട്ടന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണല്ലോ. അപ്പൊ ആ ആറന്മുള പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ ശരിക്കും നമുക്ക് വലിയ സൗഹൃദ വലയങ്ങളുണ്ടായി. നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ അതിലുപരി നമ്മളൊക്കെ ഞാനും ഗൗതവും ഉമേഷും അടക്കമുള്ള ആളുകളൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഈ ഒരു സമരത്തിന്റെ ബന്ധപ്പെട്ടാണ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫെബ്രുവരി 10-നാണെന്ന് തോന്നുന്നു, 9-നോ 10-നോ മറ്റോ ആണ് ആറന്മുള ഈ ഒരു വിമാനത്താവള വിരുദ്ധ പ്രക്ഷോഭം. അത് കുമ്മനം രാജേട്ടന്റെ നേതൃത്വത്തിൽ സുഗതകുമാരി ടീച്ചർ, സുരേഷ് ഗോപി അടക്കമുള്ള ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ആറന്മുള ജംഗ്ഷനിൽ ആലിന്റെ അടുത്തായിട്ട് ഇന്നത്തെ മന്ത്രി പി പ്രസാദ് അടക്കം ആ സമരത്തിലുണ്ടായിരുന്നു. പി പ്രസാദും കുമ്മനം രാജശേഖരനും ഒക്കെ ഒന്നിച്ചാണ് നമ്മുടെ പൈതൃകത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെ നശിപ്പിക്കുന്ന സ്വകാര്യ വിമാനത്താവളത്തിനെതിരെ രംഗത്ത് വന്നത്. നമ്മൾ നേരത്തെ തലക്കെട്ടിൽ പറഞ്ഞതാണ്, ആ വിമാനത്താവളം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ജലമേള തന്നെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2018 നടന്ന ഒരു വലിയ പ്രളയം, അതായത് പത്തനംതിട്ട ജില്ലയെ മുക്കിയ ഒരു പ്രളയം എന്ന് പറയാം. ഒരു പക്ഷേ ഈ വിമാനത്താവളം വന്നിരുന്നുവെങ്കിൽ, അത്രയും നെൽപ്പാടങ്ങളും കൂടി മണ്ണിട്ട് നികത്തിയിരുന്നുവെങ്കിൽ ഈ പ്രളയത്തിന്റെ ഭീതി ഇതായിരിക്കില്ല. ഇപ്പൊ അത്രയും വലിയ നെൽപ്പാടങ്ങളിലും കൂടി വെള്ളം ഉൾക്കൊള്ളത് കൊണ്ടുകൂടിയാണ് ശരിക്കും ഇത്രയും ഒരു വലിയൊരു ഇതിലേക്ക് പോവാതെ. അതെ, നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു. ഗൗതവും ഇപ്പം അരുൺ കൊടുങ്കൂരും ചേർന്ന് ഇന്നലെ അവിടെ പോയിരുന്നു. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും വള്ളംകളി ആവേശത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആറന്മുള. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു പൈതൃക ഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു വലിയ ജലോത്സവം. ആ ജലോത്സവം തന്നെയാണ് ലോകത്ത് ആറന്മുളയെ അടയാളപ്പെടുന്ന ഒരു ജലോത്സവമായി തന്നെ മാറുന്നത്. അതോടൊപ്പം തന്നെ ഈ ജലോത്സവത്തിനും അതോടൊപ്പം തന്നെ ഈ ആറന്മുളയ്ക്കും എല്ലാം തന്നെ കളങ്കമാകുന്ന രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു അന്ന് കൊണ്ടുവരുന്നത് ആറന്മുള വിമാനത്താവളം. പക്ഷേ ഒരു വലിയ ചെറുത്തുനിൽപ്പിലൂടെ, ഒരു വലിയ പോരാട്ടത്തിലൂടെ തന്നെയല്ലേ ഈ ഒരു ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇവിടെ നടന്നത്. അതെ അരുൺ, അതായത് ആറന്മുള എന്ന് പറയുന്ന ഒരു പൈതൃക ഗ്രാമമാണല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുമ്പിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പൈതൃക ഗ്രാമമാണ്. ആ പൈതൃക ഗ്രാമത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് ഒരു ഭീകരമായിട്ടുള്ളൊരു കമ്പനി, ഒരു കോർപ്പറേറ്റ് മുതലാളിത്ത സ്വഭാവമുള്ള കമ്പനി എങ്ങനെയാണ് ഈ പൈതൃക ഗ്രാമത്തെ ഇല്ലാതാക്കാം എന്നതിനെപ്പറ്റി ഗവേഷണം ചെയ്ത് അവർ ആസൂത്രണം ചെയ്തതിൻ്റെ ആ പദ്ധതിയുടെ ബാക്കി പത്രത്തിലാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതായത് നെൽപ്പാടങ്ങളും അതോടൊപ്പം തന്നെ പുഞ്ചപ്പാടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ കണ്ണായ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നിരത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കുന്നുകൾ ഇടിച്ച് നിരത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു പുഞ്ചപ്പാടമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ മണ്ണുകൾ കൊണ്ടിട്ട് ടിപ്പറുകളിൽ മണ്ണടിച്ച്
കിലോമീറ്ററുകളോളം ഇങ്ങനെ നശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഒരു ഗ്രാമത്തെ പൂർണ്ണമായി തന്നെ ഭീകരമായി വിഴുങ്ങിക്കൊണ്ട് ഈ പൈതൃക ഗ്രാമത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ളൊരു വലിയ ശ്രമമാണ് KGS ഗ്രൂപ്പും അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന UPA സർക്കാർ, സോണിയാഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്ന UPA സർക്കാരും ചേർന്ന് നടത്തിയത് എന്നതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴുണ്ട്. അവിടെയാണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്. തീർച്ചയായും ആ ഒരു പോരാട്ടം, ആ ഒരു ചെറുത്തുനിൽപ്പ് അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പേര് കുമ്മനം രാജശേഖരൻ എന്നുള്ള ഒരു പേര്. പലവിധ സമ്മർദ്ദങ്ങളുണ്ടായി, പലവിധ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ മണ്ണിൽ നടന്നു. അങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയി. അതിൻ്റെ ഒരു ഫലമായി തന്നെയല്ലേ ഈ ഒരു ഗ്രാമം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ. അരുണ, അത് തന്നെയാണ്. അതായത് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവായി മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിനൊപ്പം തന്നെ അദ്ദേഹം പരിസ്ഥിതി സ്നേഹിയും ഒരു ഉത്തമനായ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. അരുണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുമ്മനത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം ആറന്മുളയിൽ മാത്രമല്ല, നമുക്കറിയാം അതിന് മുൻപ് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കരുത്ത് നൽകുകയും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ഒരു മേൽവിലാസം നൽകിയ വ്യക്തിത്വം കൂടിയാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അത് കൃത്യമായി തെളിയിക്കുന്ന ഒന്നായിരുന്നു ആറന്മുള പ്രക്ഷോഭം. ആറന്മുളയിലെ പൈതൃക ഗ്രാമത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ ഒരു എയർപോർട്ട് കൊണ്ടുവന്ന് ഈ ഗ്രാമത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമത്തെ അദ്ദേഹം ചെറുത്തു തോൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് അന്ന് സുഗതകുമാരി ടീച്ചറെ പോലുള്ളവർ ആ സമരത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഒരുപോലെ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഈ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാമം എങ്ങനെ ഇല്ലാതാകും എന്നതിനെ ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച വ്യക്തിത്വമാണ് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വള്ളംകളി പോലും തടസ്സപ്പെട്ടേനെയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വള്ളംകളി ഇപ്പം നമ്മളെല്ലാം ആഘോഷപൂർവ്വം നടത്തുന്നു. പക്ഷേ ഈ വള്ളംകളിക്ക് നമുക്കറിയാം ഇന്ന് ഏറ്റവും ആഘോഷപൂർവ്വമായി നടക്കുന്ന ഈ വള്ളംകളിക്ക് അടക്കം വിഘാതമാകുന്ന രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയല്ലായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നടക്കാൻ നിശ്ചയിച്ചിരുന്നത്. അത് തന്നെയാണ്. അതായത് ഒരുപക്ഷെ ഈ എയർപോർട്ട് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിലൂടെ വലിയ തോതിലുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ ആറന്മുളയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായേനെ. കാരണം നമുക്കറിയാമല്ലോ നെൽപ്പാടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പല സ്ഥലത്ത് കേരളത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഈ വള്ളംകളി ഇത് എങ്ങനെ ബാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പല കൈവഴികൾ താണ്ടിയാണ് പമ്പാ നദിയിലേക്ക് പള്ളിയോടങ്ങൾ എത്താറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത് മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ആ പള്ളിയോടങ്ങളൊക്കെ പള്ളിയോട പുരകളിൽ മാത്രമായി ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, കുമ്മനം രാജേട്ടൻ്റെ ഒരു വലിയ ഇടപെടൽ ഈ ഘട്ടത്തിൽ ഈ ജലോത്സവം വീണ്ടും ഒരു ജലോത്സവത്തിന് 2025 നമ്മൾ ആറന്മുളയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലും ആ ആറന്മുള പൈതൃക സംരക്ഷണ സമരത്തിന്റെ വിജയവുമൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും വള്ളംകളി ആവേശം അതിൻ്റെ പാരമ്യത്തിലേക്ക് തന്നെ പോകുകയാണ്. കാരണം ഒരു പൈതൃക ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വള്ളംകളി, ലോകത്തിന് മുന്നിൽ ആറന്മുളയെ അടയാളപ്പെടുത്തിയ ആ ഒരു വള്ളംകളി, ആ വള്ളംകളി ആവേശം അത് അങ്ങ് പാരമ്യത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ്. ആറന്മുള എന്ന ഗ്രാമത്തെ ഇല്ലാതാക്കാൻ ഒരു സമയത്ത് UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് വന്ന KGS ഗ്രൂപ്പിനെ എങ്ങനെയാണ് കുമ്മനം രാജശേഖരനെ പോലെയുള്ള പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിലൂടെ ആ സമരം വിജയിപ്പിച്ചത് എന്നതിൻ്റെ ചരിത്രമാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചത്. വിനോദ, നിഖില് ഇപ്പോൾ സമയം 9 മണിയോട് അടുക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ പുത്തൻപുലരി പിന്നിടും. പുത്തൻപുലരിയുടെ സമയം ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ ആറന്മുളയെ സംബന്ധിച്ച് എല്ലാ ചടങ്ങുകൾ തുടങ്ങുമ്പോഴും വള്ളം പുറപ്പെടുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പോഴും വഞ്ചിപ്പാട്ട് തുടങ്ങുമ്പോഴും ഒരു 2 വരി അതിന്റെ ശ്ലോകമുണ്ട്. അപ്പൊ ആ ശ്ലോകം പാടി തന്നെ നമുക്ക് ഈ പുത്തൻപുലരി അവസാനിപ്പിക്കാം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. നമസ്തേ. കണ്ണുണ്ണി കണ്ണത്തിൽ